അക്ഷര ഉത്സവം നടക്കുന്ന കരുനാഗപ്പള്ളിയുടെ കായികഗായുടെ വേദിയിൽ പാമ്പുകൾക്കും പാമ്പിൻ്റെ തോഴനും എന്താണ് കാര്യമെന്ന് ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ബഷീറിനെ ഓർക്കേണ്ടത്. എല്ലാ ജീവജാലങ്ങൾക്കും അതിജീവിക്കേണ്ട ഈ ലോകം, ആരെയും നോവിക്കാതെ മനുഷ്യനും ഇവിടെ ജീവിക്കണം, അല്ലേ? കൃത്യമായിട്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ബഷീർ സാറിനെ ഓർക്കുമ്പോൾ വിഷമവും തോന്നാറുണ്ട്. കാരണം നമ്മൾ സ്നേഹിച്ച് വീട്ടിൽ മക്കളെ മോളെ എന്നൊക്കെ പറഞ്ഞ് വളർത്തുന്ന കോഴിയെ അറുത്ത് കൊന്നു തിന്ന് അടുത്ത മക്കൾക്ക് കൊടുക്കുന്ന തലമുറ, മക്കളെ മോളെ എന്ന് വിളിച്ച് വളർത്തുന്ന ബിന്ദു സിന്ധു എന്ന് പേരിട്ട് വളർത്തുന്ന ആടിനെയും പശുവിനെയൊക്കെ അറുത്ത് മക്കൾക്ക് കൊടുക്കുന്ന തലമുറ. അപ്പോൾ ബഷീർ സാറിനെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമം എനിക്ക് തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുൻകരുതൽ, അദ്ദേഹം എല്ലാ ജീവികൾക്കും ഭൂമി ഉള്ളതാണെന്ന് നമ്മൾ തന്നെ സ്നേഹിച്ച് വളർന്ന ജീവിയെ കൊല്ലാൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഞാനതിൽ നിന്ന് വ്യത്യസ്തനാണ്. ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവാതിരിക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം മീനിനെ ഒഴിവാക്കി, പിന്നെ അത് കഴിഞ്ഞ് മറ്റ് മാംസ സാധനങ്ങളെല്ലാം ഒഴിവാക്കി, അത് കഴിഞ്ഞ് ഞാൻ പാല് വരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. കാരണം പാല് പശു നമുക്ക് തരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രം അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ അതിൻ്റെ മൂക്കിൽ കൂടെ തുളയിട്ട് പിടിച്ച് കെട്ടിയിട്ടിട്ട് എൻ്റെ വാലും പിടിച്ച് കെട്ടി വെച്ച് കാലും പിടിച്ച് കെട്ടി വെച്ചിട്ട് അതിനെ ഇടിച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇന്ന് പുതിയ മെഷീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലഡ് വരെ ഊറ്റിയെടുക്കുന്ന മെഷീൻ. അപ്പോൾ ആ സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അങ്ങനത്തെ പാലുൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. എന്നാലിപ്പോൾ ഒരു 2 വർഷം കൊണ്ട് ഞാൻ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം എനിക്കൊരു അടുത്ത ഈ കഴിഞ്ഞ 2024 3 സ്നേക്ക് ബൈറ്റ് ഉണ്ടായി. അതാരും അറിഞ്ഞിട്ടില്ല, ലോകത്താരും അറിഞ്ഞിട്ടില്ല. 3 സ്നേക്ക് ബൈറ്റ് ഉണ്ടായി. 2 പ്രാവശ്യം ICUലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ കോട്ടയത്തെ കടിക്കിച്ചു. അപ്പം ഞാൻ ഡോക്ടർമാരുടെ ആ ഒരു കരുതലുണ്ട്. വല്ലപ്പോഴും ചിക്കനും മുട്ടയും ഉപയോഗിക്കാറ്, ബാക്കിയൊന്നും ഉപയോഗിക്കാറ്. അതും കോഴി, നാടൻ കോഴി, വീട്ടിൽ വളർന്ന കോഴി ഉപയോഗിക്കാറില്ല. ഇറച്ചി കോഴിയുടെ ചിക്കൻ മാത്രമേ ഉപയോഗിക്കാറ്. അതാണ്. ഇപ്പോൾ സാറിന് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു എനിക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് ആലോചിച്ചു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ എനിക്ക് എന്തിനാണ് ഇവിടെ കവികളും അങ്ങനെയൊക്കെ വരുന്നിടത്ത് എനിക്കെന്താ പ്രാധാന്യം? അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ശരിയാണ്, കവി ഉള്ളത് തന്നെ പ്രകൃതിയാണ്. അവർ പ്രകൃതിയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചുറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ജീവിക്കുന്ന അതിഥി, ഞാനിവിടെ ഒരു മോളെ പരിചയപ്പെട്ട മോളെ പേര് അതിഥി എന്നാണ്. ആ മോള് ഞാൻ പറഞ്ഞു മോളെ എന്നെ ഞാൻ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. എന്തിനാണ് മോളെ പേര്? ഞാൻ പിടിക്കുന്ന അതിഥികളൊക്കെ ഞാൻ അതിഥി എന്നാണ്. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ വീട്ടിനകത്തേക്ക് വരുന്നത്, നമ്മൾ ഫുഡ് കൊടുക്കും, നമ്മളറിയാതെ നമ്മുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നവരാണ് നമ്മൾ അതിഥികൾ. അല്ലാതെ നമ്മൾ ഫോണിൽ ഞാൻ എൻ്റെ ഭാര്യയും മക്കളും കൂടെ നിൻ്റെ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറയുന്നത് ഒരിക്കലും അതിഥിയായിട്ട് ഞാൻ കരുതുന്നില്ല. നമ്മൾ ചോദിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഫുഡ് എടുക്കാനായിട്ട് വരുന്നവരാണ് നമ്മൾ. അപ്പോൾ അത് ഭൂമിയിൽ പാമ്പുകൾ മാത്രമേ ഉള്ളൂ. എലിയും പുറത്തു വേണം കഴിക്കുന്നത് കൂടുതലും. അകത്ത് വെളുത്ത് പുറത്ത് കിട്ടാതെ വരുമ്പോൾ അകത്തുനിന്ന് എടുക്കുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. അതിൽ ബഷീർ സാറിൻ്റെ കവിതകൾ വായിക്കുന്ന കഥകൾ വായിച്ചിട്ടുള്ളതാണ്, കഥകളൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പരിപാടി പങ്കെടുക്കാനും. ഇങ്ങനൊരു സെക്ഷൻ കാരണം എല്ലാവരും എന്നെ പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് ഒരു 50 പാമ്പിനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് സത്യം. പക്ഷേ ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. കാരണം അത് തന്നെ ഒരു പീഡനമാണ്. ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നത് തന്നെ ഒരു ദ്രോഹമാണ്. പിന്നെ എല്ലാവർക്കും ഇംപ്രഷന് വേണ്ടി, അതിനെ മനസ്സിലാക്കാൻ വേണ്ടി, അപ്പോൾ ആളിനെ കൂട്ടാൻ വേണ്ടി മാത്രം ഒരു സംരംഭമായി മാറി ഇടയ്ക്കത്. പക്ഷേ ഇത് എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു പരിപാടിയേ അല്ല, നമ്മുടെ അനുഭവങ്ങൾ പങ്കിടുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ പാമ്പതിഥികൾ ഇല്ലാതെ ഒരു പ്രോഗ്രാമിന് വിളിക്കുന്നത്. ചാനൽ പ്രോഗ്രാം ആണെങ്കിൽ പോലും സന്തോഷം. അതിലെനിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. നിങ്ങളുടെ സംഘാടകരോട് മുഴുവൻ ആൾക്കാരോട് നന്ദിയുണ്ട്. വളരെ സന്തോഷമുണ്ട്. ബാല്യത്തിൽ ഞാനൊരു അധ്യാപിക കൂടിയാണ്. ഈ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുട്ടികളോടൊക്കെ എന്താകണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ വാവ എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ? ഇല്ല, വാവ എന്നാണ് എൻ്റെ പേര് യഥാർത്ഥം. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ നാട്ടുകാർക്ക് മാത്രം അറിയാന്നുള്ള പേരായിരുന്നു. എൻ്റെ യഥാർത്ഥ പേര് സുരേഷ് ബി എന്നാണ്. അച്ഛൻ്റെ പേര് ബാഹുലേ എന്നാണ്, സുരേഷ് ബി എന്നാണ്. പക്ഷേ എൻ്റെ അമ്മയും നാട്ടുകാർ വിളിച്ചിരുന്നൊരു പേര് മാത്രമാണ് വാവയെന്ന്. പിന്നെ പേര് മാറ്റാൻ കാരണം വാവമായിട്ട് ഒരുപാട് എണ്ണം എൻ്റെ നാട്ടിൽ കൂടി. അപ്പോൾ ഒരു പ്രാവശ്യം മറ്റൊരു വാവയെ തേടി വന്ന പോലീസ് രാത്രിയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി വെളുക്കുന്നേരം സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പേരങ്ങ് മാറ്റി സുരേഷ് എന്നാക്കിയെന്നുള്ളൂ. എൻ്റെ വീട്ടിൽ കുറച്ചപ്പുറത്തൊരു വാവയുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പിടിക്കാനായിട്ട് വന്ന പോലീസ് എന്നെ പിടിച്ചോണ്ട് പിറ്റേന്ന് ഞാനാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ ഇടിയിട്ടില്ല. അപ്പോൾ അവർക്ക് ആ കളറല്ല ഈ കളറെന്ന് പോലീസുകാർ പറഞ്ഞത്. അത് വെളുത്ത ആളാണ്, അല്ല ഞാൻ വെളുത്ത ആളാണ്, മറ്റേ കറുത്ത ആളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര സത്യമായിട്ടുള്ള. പിന്നെ ബാല്യത്തിൽ ഇങ്ങനെ ഈ ആഗ്രഹം എപ്പോഴെങ്കിലും ഏതെങ്കിലും അധ്യാപിക ചോദിച്ചിട്ടുണ്ടോ? ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ജീവിതത്തിൽ. ഒരു പട്ടാളത്തുകാരനായി രാജ്യത്തിന് വേണ്ടി നെഞ്ചിൽ വെടിയേറ്റ് മരിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ജീവിതത്തിൽ.
അത് സഫലമായിട്ടില്ല. എനിക്കത് നടക്കാതെ പോയൊരാഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആഗ്രഹിച്ചതെന്ന് ഞാൻ ഒരു ദുസ്വപ്നങ്ങൾ കാണാറില്ല, ആദ്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല. നാളെ ഇന്നതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല, നാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, പട്ടാള രാജ്യരക്ഷയിലെ ഒരാളായി മരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു. നടക്കാതെ പോയി. പക്ഷേ അതിനേക്കാളും ഇപ്പോഴും നല്ലതായിട്ട് എനിക്കിത് തോന്നുന്നു. ഇപ്പോൾ അതിനേക്കാൾ വലിയ സേവനമാണ് അതെ അതെ അതെ, ചെയ്യുന്നത് കൃത്യമായിട്ട്. നാടിന്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ 3 മണിക്ക് വേദിയിലൊന്ന്, ഞാൻ 1:30 വന്നാണ് ഈ വേദിയിൽ. അപ്പോൾ ഏകദേശം 9ഓളം കോളുകൾ എനിക്ക് മിസ്സായി. 9ഓളം കോളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ എടുത്തു. ഒരെണ്ണം ഒരു വീട്ടിൽ വരുന്ന വഴിക്ക് കഴക്കൂട്ടത്തിനടുത്തൊരു കേസ്, കാര്യവട്ടത്തിനടുത്തൊരു കേസ് എടുത്തിട്ടാണ് വരുന്നത്. ബാക്കി 8 എണ്ണം മിസ്സായി എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് സന്തോഷം. ഒരു കോള് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചു. അപ്പോൾ മൊബൈലാണ് ഇങ്ങനെ നോക്കുന്നത്, ലൈറ്റ് കത്തുന്നുണ്ടോ. ഒരു കോൾ വരാതിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു എന്താ പറയുക, ഒരു തമാശ. ഞാൻ ടീച്ചറിനോട് പറയുന്നത്, ഞാൻ സ്കൂളിൽ പോകാത്ത ഒരാളാണ് കേട്ടോ. സ്കൂളിൽ പോകാൻ 10 ദിവസം സ്കൂളിൽ പോകുള്ളൂ. ബാക്കി ദിവസമുള്ള ദിവസങ്ങൾക്ക് പാടത്തും പറമ്പിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരാളാണ്. സ്കൂളിൽ പോകാറ് ടീച്ചർമാരെന്ന് കേൾക്കുമ്പോഴേ എനിക്കൊരു അലർജി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം കലാപം മണിച്ചേട്ടൻ പറഞ്ഞ പോലെ സ്കൂളിൽ 10 ദിവസം പോകും, 10 ദിവസം ജോലി. ഞാൻ ഗേൾസിലും ബോയ്സിലും വന്നപ്പോൾ അധ്യാപകരെ പരിചയപ്പെട്ടപ്പോൾ മാറിയില്ലേ? ഞാൻ UPS-ലും ഹൈസ്കൂളിലും ഗവൺമെൻറ് തന്നെയാണ് പഠിച്ചത്. ഗവൺമെൻറ് UPS ചെറുവയ്ക്കൽ, ഹൈസ്കൂള് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളാണ് പഠിച്ചത്. ആ പോകുന്ന സ്ഥലത്തൊക്കെ സ്കൂളിൽ പോകുന്ന വഴിക്ക് തന്നെ സ്കൂളിൽ പോകാതെ മറ്റു വഴിയിൽ കൂടെ സഞ്ചരിച്ച് എന്ന് പറഞ്ഞ് മറ്റ് എന്താ പറയുക, സ്കൂൾ അങ്ങനത്തെ സംസാരിക്കാൻ പാടില്ലാത്ത ലഹരിയിലേക്കൊന്നും അല്ല സഞ്ചരിച്ചത്. എനിക്ക് ലഹരിയായിട്ട് തോന്നിയത് വെള്ളത്തിൽ വെള്ളം വറ്റി കിടക്കുന്ന തോടുകളിൽ പിടയ്ക്കുന്ന മീനുകളെ എടുത്ത് പാത്രത്തിൽ എൻ്റെ ചോറ്റ് വന്ന് പുഴുവുള്ള ഉപ്പുമാണ്, അറിയാലോ, അന്ന് പുഴുവുള്ള ഉപ്പുമാണ്. എന്നാണ് കുട്ടികൾക്ക് മുട്ടയും ഇറച്ചിയൊക്കെ കിട്ടുന്നത്. അന്ന് നമ്മൾ ഉപ്പാവ് കിണ്ടിയെടുക്കുമ്പോൾ അതിൽ പുഴുവുണ്ടാവും, ഇത്ര നിന്നുള്ള പുഴുവുണ്ടാവും. അതെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് കഴിക്കുന്നത്. ആ ഇത് വാങ്ങാനായിട്ട് കൊണ്ടുവന്ന ചോറ്റ് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ മീനിനെയൊക്കെ പറക്കിയിട്ട് അടുത്ത അമ്പലത്തിൽ കുളത്തിൽ കൊണ്ടുവിടുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടുന്ന സമയത്ത്, വേനൽ സമയത്ത് കാറ്റത്ത് കാക്കക്കുഞ്ഞുങ്ങൾ താഴെ വീഴാറുണ്ട്. അപ്പോൾ കാക്കക്കുഞ്ഞുങ്ങൾ കറുപ്പ്, ഞാൻ വെളുപ്പമായിട്ട് എനിക്ക് അവരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെല്ലായിടത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഓട് വെച്ച്, എനിക്ക് 9 കാക്കകളുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണ് അപ്പോൾ ഒരു 13 വയസ്സായപ്പോൾ ഞാൻ ഒരു പാടത്ത് സ്കൂളിൽ പോകാതെ പാത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിൽ കൂടെ ഒരു അതിഥി ഇങ്ങനെ പോകുന്നു. അതിനെ ഒരു വടിയെടുത്ത് തട്ടിയപ്പോൾ അതിങ്ങനെ പത്തിയെടുക്കുന്നത്, പത്തിയാണെന്നൊന്നും എനിക്കറിയില്ല. അന്ന് എന്താ പാമ്പ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ എൻ്റെ വീട്ടിലൊരു പാമ്പുണ്ടായിരുന്നു. എൻ്റെ ഒരു പാമ്പ് 6 മാസങ്ങൾക്ക് മുന്നേ ആ പാമ്പ് നാട് വിട്ടു പോയി എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എന്നുള്ളത്. മരണപ്പെട്ടു. ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖമായിരുന്നു, തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാനും അമ്മയും 2 ചേട്ടന്മാരും അനിയത്തിയൊക്കെ രാത്രി അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി. അച്ഛൻ കഴിച്ചിട്ടൊന്നും അറിയാമല്ലോ, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ രാത്രി ഇറങ്ങിപ്പോയി അടുത്ത കാട്ടിൽ പോയിരുന്നിട്ട് പിറ്റേന്ന് രാവിലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയും പാമ്പുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. വെച്ചാൽ പറമ്പിലൊക്കെ പോയി അവിടെ പാമ്പുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള പേടി മാറി. പിന്നെ ഈ അതിഥിയെ ഞാൻ കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുവച്ചു. അമ്മയുടെ തല്ല് കിട്ടി. പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു, അമ്മ തല്ലണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. അതെ, ഈ ബാല്യത്തിൽ കുട്ടികളുടെ കയ്യിൽ കളിപ്പന്തുകളാണ് കാണുന്നത്. ഞാൻ ചേരയെ കൊണ്ടുവച്ചിട്ട് എൻ്റെ സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ അമ്മയുടെ സഹോദരൻ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കാണുമ്പോൾ അടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ, ഈ നീർക്കൂലിയൊക്കെ പിടിച്ച് കവറിലിട്ട് എൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മോൻ അവിടെ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ദേഹത്തോണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ മാമ എന്നെ വീണ്ടും അടിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പിറ്റേന്ന് ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന വൈരാഗ്യം എങ്ങനെയും എനിക്ക് തീർക്കണ്ടേ. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും വളരെ സന്തോഷമുണ്ടായി. കാരണം എന്നറിയാം, എനിക്ക് ഒരുപാട് ഏകദേശം 50,000-ഓളം പാമ്പതിഥികളെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. അതിലുപരി കടി വാങ്ങി കൂടുതൽ പഠിക്കാൻ പറ്റി, മുട്ട വിരിയിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റി. ഞാൻ ഏകദേശം കടികൾ എനിക്ക് എല്ലാം കൂടി ഇപ്പോൾ ഇന്ന് രാവിലെ പിടിച്ചത് 6 പ്രാവശ്യം കടിച്ചത് ഉൾപ്പെടെ 5,000-ന് മുകളിൽ കടികളുണ്ട്. എല്ലാം കൂടി ചേർത്താണ് പറയുന്നത്. അതിൽ 16 പ്രാവശ്യം മൂർഖൻ്റെയും അണലിയുടെയും കടി കിട്ടി. അല്ല, 6 പ്രാവശ്യം വെന്റിലേറ്ററിലുണ്ടായിരുന്നു, 10 പ്രാവശ്യം IC-യിലുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ആത്മബന്ധമാണ്. ഒരു അമ്പലം പോലെ, പള്ളി പോലെ, മോസ്ക് പോലെയൊക്കെയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ. കാരണം വെച്ചാൽ കൊറോണ വന്ന് 1 മാസം കിടന്നു. ചുംബനത്തിൽ കൂടി കൊറോണ കിട്ടി. അത് നിങ്ങളുടെ കൊല്ലംകാർ തന്ന ചുംബനമാണ്. അതുകൊണ്ടാണ് അന്ന് കൊറോണ ഉണ്ടായത്. എന്താ പറയുക, ആയൂരൊരു പാമ്പതിഥിയെ പിടിക്കാൻ പോയത് നല്ലൊരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിന് എന്നെ ഉമ്മ വെച്ചേ പറ്റുള്ളൂ. എന്നെ ഓട്ടിച്ചിട്ട് എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ഞാൻ 3-ൻ്റെ ഒന്ന് ചുമച്ചു, 4-ൻ്റെ വെന്റിലേറ്ററിലെ 1 മാസം. അല്പം സ്നേഹം കൂടുതലുള്ള അതെനിക്ക് മനസ്സിലായി. പുള്ളിക്കാരൻ നല്ല പാമ്പായിരുന്നു എന്നുള്ളതാണ്. ആ പാമ്പിൻ്റെ ഉമ്മ കിട്ടിയിട്ടാണ് ഞാൻ വെന്റിലേറ്ററിലായെന്നുള്ളതാണ്. പുള്ളി ഉമ്മ എന്നുള്ളപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ലേഡീസിൻ്റെ ഉമ്മയായിരിക്കും, നല്ല ഒരു ചേട്ടൻ്റെ ഉമ്മയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പ്രായമുള്ളൊരു ചേട്ടൻ്റെ ഉമ്മ. ആ ചേട്ടൻ എന്നെ ഉമ്മ വെച്ചാലേ പറ്റുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ വെന്റിലേറ്ററിലായി എന്നുള്ളതാണ്. പിന്നെ റോഡേ കൂടെ പോകുന്ന വണ്ടികൾക്കും ചിലപ്പോൾ എന്നെ ഇടിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ 2 വണ്ടി ഇടിച്ച് 2 പ്രാവശ്യം 6 നട്ടല് പൊട്ടി, 2 പ്രാവശ്യം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ എനിക്ക് ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സമയത്തൊക്കെ പാമ്പ് ഉണ്ട് വരണമെന്നോ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒത്തിരി വിളിച്ചിട്ടുണ്ട്. അപ്പോഴെന്ത് ചെയ്യുമായിരുന്നു? ഒത്തിരി. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകിൽ ആ കോട്ടയത്തെ കടി കിട്ടിയത് അങ്ങനെയാണ്. കോട്ടയത്ത് എനിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി 2-ൻ്റെ എനിക്ക് കടി കിട്ടുന്നത്. കാരണം അന്ന് എനിക്ക് നട്ടലിൽ 3 പൊട്ടലുണ്ടായിരുന്നു. ആ പൊട്ടലിൽ ബാൻഡ് ഇട്ട് കിടക്കുന്ന സമയത്താണ് അവർ വിളിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറയാതെ ഇപ്പുറത്തൂടെ ഇറങ്ങി ടാക്സി പിടിച്ച് ഏകദേശം എന്താ പറയുക, നിലമേലെത്തിയപ്പോഴാണ്, തട്ടത്തുമല എത്തിയപ്പോഴാണ് വണ്ടി ഇടിക്കുന്നത്. അല്ല കോട്ടയത്ത് എടുത്ത സമയത്താണ് എനിക്ക് പെട്ടെന്ന് അതിനെ എടുത്ത് ഇങ്ങനെ നിവരുന്നതിനിടയിൽ എനിക്ക് ആ ഇവിടെ ഒരു പെയിൻ അനുഭവപ്പെട്ടു. അപ്പോൾ എനിക്ക് സ്പൈനൽ കോഡിന് കംപ്ലൈൻറ്റ് ഉണ്ട് ആക്സിഡൻറ്റിൽ. അപ്പോൾ പെട്ടെന്ന് നൂരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് കാലൊന്നും മാറ്റാനൊന്നും പറ്റിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് ആ മുട്ടിലേക്ക് കടി കിട്ടുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കോൾ വന്നാൽ അത് പോയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്.
കാരണം ഞാൻ ഫീസ് പറഞ്ഞ് പോകുന്ന ഒരാളല്ല. ഞാൻ ഞാൻ അറിയാലോ, ഞാനിപ്പോൾ ഒരു ഇവിടുന്ന് ഇവിടെ വന്നാലും ഞാൻ ഫീസ് പറഞ്ഞ് വാങ്ങാറില്ല. തരുന്നത് വാങ്ങും, അതുകൊണ്ട് എനിക്കൊന്നും ആകത്തുമില്ല. അതുകൊണ്ട് എന്താ പറയുക, എന്നെ എല്ലാവരും കട ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും, വണ്ടിക്കൂലി ഒന്നും തരാറില്ല. ക്ലബിൻ്റെ വാർഷികത്തിന് വിളിക്കും, വണ്ടിക്കൂലി ഒന്നും തരാറില്ല. ഇപ്പോൾ പിന്നെ ആൾക്കാർക്ക് GP എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് പാമ്പിനെ പിടിക്കാൻ വിളിച്ചിട്ട് ചേട്ടാ ഓക്കെ ശരി GP നമ്പർ പോലും അറിയില്ല, കിട്ടാറില്ല. അപ്പോൾ ഈ പണ്ടത്തേനേക്കാളും ദ്രോഹം ഇപ്പോഴായി കൂടുതലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള, എന്നാലും സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഓണാട്ടുകരക്കാരുടെ ഒരു കേരളത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ അത് രൂപപ്പെടുത്തുന്നതിൽ KPC എന്നുള്ള നാടകശാലയ്ക്കും വലിയ പങ്കുണ്ട്. ലോകം മലയാളി മറക്കും ഒരിക്കലും KPC. അതിൽ പിന്നെ തൊബിൽഹാസ് അതിന് അശ്വമേധം എന്നുള്ള നാടകം കണ്ടിട്ടുണ്ട്. ആ നാടകത്തിൽ വയലാറിൻ്റെ വരികളുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പിന്നെ പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് മണ്ണിൽ തലചായ്ക്കുവാൻ ഇടമില്ല. ഞാനത് തിരുത്തി. അങ്ങനെയുള്ള ആ ഒരു വരികളെ അന്വർത്ഥമാക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യത്തിലൂടെ സഞ്ചരിച്ച വാവ കിട്ടുന്ന പ്രതിഫലം ചാരിറ്റിക്ക് വേണ്ടി നീക്കിവെക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങളെ മനുഷ്യസ്നേഹി എന്ന് കൂടി വിളിച്ചുകൊള്ളട്ടെ. സന്തോഷം. ഇപ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ചാരിറ്റി ചെയ്ത് ഞാനൊരു പരുവായി. കാരണം ചാരിറ്റി ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെന്നെങ്കിലും പലിശക്കെങ്കിലും എടുത്ത് കൊടുക്കും, കടമെങ്കിലും വാങ്ങിക്കൊടുക്കും. പിന്നെ നമുക്ക് ആ കടക്കാരെ ഒളിച്ചു കിടക്കേണ്ട ഒരു കാലഘട്ടമാണ് എനിക്കിപ്പോൾ. അത്രയ്ക്ക് ചെയ്തു ഞാൻ. കാരണം ഒരു 3-3.5 കോടി രൂപയോളം ഞാൻ ചാരിറ്റി ചെയ്തു, കിട്ടിയ അവാർഡ് കൂടാതെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പലിശയ്ക്കും കടമൊക്കെ ചെയ്ത് വാങ്ങി. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നു, അതൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ അതിലൊരു ടീച്ചർ പറഞ്ഞൊരു തിരുത്തി ഞാനിപ്പോൾ വരുത്തിയിട്ടുണ്ട്. സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപത്തിന് തലചാക്കിൽ മണ്ണിലിടമില്ല. പക്ഷേ ഇത് രണ്ടും തിരുത്തി. പാമ്പുകൾക്ക് മാത്രം മാളങ്ങൾ നഷ്ടപ്പെടുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റുകളും സൗധങ്ങളും വെച്ച് പാവപ്പെട്ട പാമ്പുകൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. പറവകൾക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ശേഷം ഫ്ലാറ്റിൻ്റെ കൈവരിയില്ലെങ്കിലും അവർക്ക് ഇരുന്ന് ജീവിക്കാം. പാവപ്പെട്ട പാമ്പുകൾക്ക് ഒരിടത്തും ജീവിക്കാൻ നിവൃത്തിയില്ല. എന്നിട്ടും പാമ്പുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മളിന്ന് പല വീട്ടിലും അതിഥികളെ പിടിക്കാൻ പോകുന്നത് പരിസരം വൃത്തിയില്ല എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഉള്ള ചപ്പും വളർത്തി ഓരോ കിട്ടുന്ന പറമ്പിൽ കിടക്കുന്ന വറവൊക്കെ വാരിക്കൊണ്ട് കൂട്ടി കേരളത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ശുചിത്വ കേരളം തന്നെയാണ്. പക്ഷെ നമ്മൾ സ്വയം ശുചിത്വരാകണം ആദ്യം. നമ്മുടെ വീട് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് വൃത്തിയാകണ്ടോ ഇല്ലോ എന്ന് തിരക്കി പോകാനായിട്ട്. ഇവിടെ നടക്കുന്ന എന്താണ്, എൻ്റെ വീട്ടിൽ മൊത്തം മാളങ്ങളാണ്. എന്നിട്ട് ഞാൻ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ പറയും ടീച്ചർ ഈ മാളങ്ങളെല്ലാം അടയ്ക്കണമെന്ന് പറയും. കാരണം എനിക്ക് പേടിയില്ല പാമ്പിനെ, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയമില്ല. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ പെരപ്പം അല്ല നമ്മുടെ എന്താ പറയുക കോരാണിക്ക് എടുത്തൊരു അമ്മ പകൽ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ട് പോയ ഒരു അമ്മ പകൽ പാമ്പിനെ ചവിട്ടി കടിയിട്ടി അമ്മ മരണപ്പെട്ടു. അണലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു. ഞാൻ ആ മരണത്തിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നേരിട്ട് കാണുന്നുള്ളതാണ്. അപ്പം ആ ഫോൺ ഉപയോഗിക്കാതിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ആ കടി കിട്ടും. എന്നിട്ടും അതിന്റെ കളിത്തോഴനായിട്ട് തന്നെ തുടരുകയല്ലേ? അല്ല, തുറന്നാലേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവരില്ല എങ്കിൽ നമ്മളില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളറിയാലോ, ഞാൻ ആ കൊറോണ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു കൗമുദിയുടെ സ്നേഹമാസ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൂപ്പറായിട്ടുള്ള ഒരു വാക്സിൻ നമ്മുടെ കൊറോണയുടെ പ്രതിരോധ മരുന്ന് നമ്മുടെ ഭാരതത്തിലുള്ള നമ്മുടെ പാമ്പ് അതിഥികളിലുള്ള വനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായി? ഇപ്പോൾ വിദേശത്ത് കണ്ടുപിടിച്ചു, നമ്മുടെ പാമ്പിൻ്റെ വനത്തിൽ നിന്ന് ആൻറ്റിബോഡി കണ്ടെത്തിയിരിക്കും. ഏത് ആൻറ്റിബോഡി? കൊറോണയുടെ പ്രതിരോധ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞാൽ നമുക്ക് വട്ടാണെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. മലയാളി പറഞ്ഞാൽ വട്ട്, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കറക്റ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ തെറ്റ്. ശാസ്ത്രീയതയുടെ ഒരു പിൻബലം കൂടി വേണം. പക്ഷെ അത്രയ്ക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് പറയുമ്പോൾ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് അല്ല, 2 നമ്മളൊരു യൂണിവേഴ്സിറ്റി ഹോൾഡർ അല്ല, നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഡോക്ടറല്ല, അപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന വാക്കുകൾ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, റിസർച്ച് തെളിയിക്കാൻ പറ്റും, ചെയ്യാം. അങ്ങനെ ടീമുകൾക്ക് പറ്റും. പക്ഷെ അത് ചെയ്യില്ല, കാരണം നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണത്. മറ്റത് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബുക്കുകളാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാമല്ലോ. ഇത് കഷ്ടപ്പെടണ്ടേ, ഇത് വർഷങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് 40 വർഷത്തെ അതെ എനിക്ക് 40 വർഷത്തിൽ കൂടുതൽ പരിചയം. അതെ, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കടിയിലുണ്ട്, മുട്ട വിരിയിച്ചയിലുണ്ട്, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ രീതികളിലുണ്ട്, ചലന രീതികളിലുണ്ട്, മാറ്റിങ്ങിൻ്റെ രീതികളിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. സാധാരണ പാമ്പ് പിടുത്തക്കാരൻ എന്നുള്ള ആ ഒരു പദപ്രയോഗത്തെ മാറ്റി നിർത്തിയിട്ട് പാമ്പുകളുടെ കളിത്തോഴൻ എന്നുള്ള ഒരു പ്രയോഗം ഞാൻ നടത്തിക്കൊള്ളട്ടെ. അതെ, സാധാരണ മനുഷ്യർക്കല്ല ഉരകവർഗത്തിൽപ്പെടുന്ന ആ പാമ്പുകളെ വലിയ ഭയമാണ്, പേടിയാണ്. അങ്ങനെ പേടിയുള്ള മനുഷ്യൻ എപ്പോഴെങ്കിലും
പാമ്പ് പിടുത്തക്കാരൻ എന്നുള്ള കണ്ണിലൂടെ കണ്ട് അങ്ങേ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ഒരു നമ്മുടെ ഈ വേദിയിലിരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു പാമ്പിനെ അതിനെ പിടിക്കാൻ പോയി വീട്ടിൽ ചെന്നിട്ട് ഞാൻ പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ ആ പൈപ്പിൽ പോയി സോപ്പിട്ട് കൈയേടിയിട്ട് വന്നിട്ട് അദ്ദേഹം ഒരു 500 രൂപ എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ പോയപ്പോൾ അദ്ദേഹം കയ്യിൽ തന്നില്ല, എനിക്ക് കയ്യിലേക്ക് ഇട്ട് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെപ്പോഴും പാമ്പിനെ ഒരു വൃത്തികെട്ട രീതിയായിട്ട് ചിത്രീകരിക്കും, മനസ്സിൽ എന്താ പറയുക, ഒരു അറപ്പോടും വെറുപ്പോടും കാണുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണോ അങ്ങ് പറഞ്ഞത് മനുഷ്യനെയാണ് പേടിക്കേണ്ടത്, ഏറ്റവും ലോകത്തിൽ പേടിക്കേണ്ട ഭയമില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഒറ്റ ജീവിയേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രം. കാരണം ഇവിടെയാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ എന്താ പറയുക മതിലുകൾ എഴുതിയ നമ്മുടെ സാറിനെ പോലെ, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവനെ പോലെ. ഗുരുദേവൻ്റെ ആശയം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആശയം ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഇന്ന് ഭൂമിയിൽ ഈ മൈക്ക് കിട്ടുമ്പോൾ, ഇലക്ഷൻ വരുമ്പോൾ, അല്ല മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോൾ പ്രസംഗിക്കാവുന്നുള്ളതല്ലാതെ ഇന്ന് ഭൂമിയിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന് ഗുരുദേവൻ്റെ ആശയം മുന്നോട്ട് വെക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ, അത് പാമ്പുകൾ മാത്രം. കാരണം അവർക്ക് കാഴ്ചയില്ല, അവരെല്ലാവരും ഒരുപോലെ കാണും. നമ്മളെല്ലാവരും ടീച്ചറിന് നമ്മളെല്ലാവരും ഒരേപോലെ എക്സ്ട്രാ നെഗറ്റീവായി ഷാഡയായിട്ട് കാണും. അവർക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ വാവാതുരേഷാണ് സംസാരിക്കുന്നത്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. അവർ എല്ലാ വൈബ്രേഷൻ മാത്രം കിട്ടുന്നത്. ആര് നടന്നല്ല വൈബ്രേഷനെ കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ നമ്മുടെ വേർപ്പിൻ്റെ ഗന്ധമോ നിങ്ങളുടെ വേർപ്പിൻ്റെ ഗന്ധമോ അവർക്ക് മൂക്കുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുകയില്ല. അതുപോലെ കാലും കൈയില്ലാത്തൊരു ജീവിയാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, ഓർത്ത് വയ്ക്കാൻ കഴിയില്ല. പാമ്പിൻ്റെ ഓർമ്മ എന്നാൽ മന്ദബുദ്ധി എന്നാണ്. പകയില്ലാത്ത, ലോകത്ത് പകയുള്ള ഒറ്റ വൃത്തികെട്ട ജീവിയേ ഉള്ളൂ. എന്നിട്ട് പാമ്പിന്റെ പക പോലെ എന്ന് നമ്മൾ പ്രയോഗത്തിൽ പലപ്പോഴും അത് അടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിന്റെ പക എന്നാണ് പറയുന്നത്. രണ്ടെണ്ണം ഒരു കള്ളു കുടിച്ചുകൊണ്ടിരിക്കണവനെ നിങ്ങൾ ഇന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ നാളെ ബോധം വീഴുമ്പോൾ ആരെങ്കിലും 5 വരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അടിച്ചവനെ ഇരുട്ടത്തവൻ പണിയും എന്നുള്ളതാണ്. അതാണ് പാമ്പിൻ്റെ പക. നല്ല എഴിഞ്ഞു കിടക്കുന്ന പാമ്പുകൾക്കൊന്നും പകയില്ല, ശുദ്ധമായ മണ്ട. പാമ്പിൻ്റെ പക എന്നാൽ മന്ദബുദ്ധി എന്നാണ്. ഒരു പാമ്പിന് പകയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ കാട്ടിക്കൊണ്ടുവിട്ട കാട്ടിൽ പാമ്പിനെ കൊണ്ടുവിടുമ്പോൾ അതെല്ലാം തിരിച്ചു വന്ന് നമുക്ക് കൊട്ടേഷൻ ചെയ്യാൻ വരണ്ടേ വീട്ടിൽ? അങ്ങയുടെ പിന്നെ എപ്പോഴും ഉള്ള ഒരു ഇതിൽ ഞാൻ വായിച്ചതാണോ കണ്ട ഒരു ഓർമ്മയുണ്ടല്ലോ, അങ്ങ് കാട്ടിൽ തുറന്നു വിട്ട പാമ്പുകളിൽ ഒരെണ്ണം തിരികെ വന്നു, അത് 10 മാസം കാത്തു നിന്നു. അത് 10 മാസം. അത് ഇതെല്ലാം ആലങ്കാരികമായി നിങ്ങളെപ്പോലുള്ള കവികളും കവയത്രിമാരും എഴുതുന്ന ടീച്ചർമാരൊക്കെ എഴുതുന്ന കഥകൾ മാത്രമാണ്. കാരണം ഞാൻ തുറന്നു വിട്ടിട്ട് അങ്ങോട്ട് പോയി 50 എണ്ണത്തിനെ വിടാൻ പോയി. അത് ഇറങ്ങി വന്ന സമയത്ത് തിരിച്ച് ഇത് എഴിഞ്ഞു വന്ന് ബോട്ടിന്റെ സൈഡിൽ വന്നിരുന്നു. അതിന് പിന്നെ നമ്മളെ മീഡിയാസല്ലേ അവർ വലിയ കഥയുണ്ടാക്കി. പിന്നെ ഞാനും അതിനെ ഒന്നും പറയാൻ പോയില്ല. കാരണം ഞാൻ പാമ്പിനെ ആരാധിക്കുന്നു. നിങ്ങൾ ആരാധിക്കണമെന്നോ ഇതൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കില്ലെന്നല്ല. ഞാൻ പാമ്പിനെ മാത്രം ലോകത്ത് ആരാധിക്കുന്ന ഒരാളാണ്. കാരണം ഇന്ന് ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും കഴിവുള്ളവരാണ് ദൈവങ്ങൾ. ഇന്ന് ഭൂമിയിൽ ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും കഴിവുള്ള ഒറ്റ ജീവിയേ ഉള്ളൂ, അത് പാമ്പുകൾ മാത്രം. കാരണം ഇന്ന് ക്യാൻസറിന്റെ വേദന സംഹാരിയായിട്ടും, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്നിൽ ചേർന്ന കൊയാഗുലിനായിട്ടും, അതുപോലെ അങ്ങനെ പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മരുന്നായിട്ടും ഒക്കെ ഉള്ളത് പാമ്പിന്റെ വെനം മാത്രമാണ്. അങ്ങ് പലപ്പോഴും പാമ്പിന്റെ വെനം പിന്നെ കഴിക്കുന്നതായിട്ട് കാണാം. ഞാൻ 916 പ്രാവശ്യം പാമ്പിന്റെ വെനം കഴിച്ച് ആർക്കും കഴിക്കാം. ടീച്ചറിന് കഴിക്കാം, ഇവിടെ ഇരിക്കുന്ന ആർക്കാണെങ്കിലും. നമുക്ക് ഇന്റേണൽ ആയിട്ട് ഒരു ഇഞ്ചുറി ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം. കാരണം ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് അപകടമാകത്തില്ല. എനിക്കുണ്ടെങ്കിൽ അപകടമുണ്ട്. എനിക്ക് അല്ല, കഴിക്കുന്ന ഇപ്പൊ അങ്ങേ കണ്ട് എനിക്ക് തോന്നുന്നു ഷാരൂഖ് ഖാനെക്കാട്ടിലും ആരാധകരുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലേ, തോന്നിയിട്ടുണ്ടോ? ഇന്നുവരെ അങ്ങനെ ആരും കഴിച്ചു. ഫാൻസ് ഉണ്ട്, പക്ഷെ ഫാൻസിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഫാൻസ് എന്ന് പറഞ്ഞ സമയത്ത് ചില സമയത്ത് അവർക്ക് നമ്മളെ വിളിച്ചാൽ കിട്ടിയിരുന്നത് അവർക്ക് നമ്മുടെ ഒരു വെറുപ്പുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അത് ഫാൻസ് അല്ല, അപ്പൊ അതില് സഹോദരങ്ങൾ ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഒരാളൊന്ന് സാറിനെ ഒന്ന് അനുകരിച്ചാൽ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും പിന്നെ ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കില്ലേ, മരണത്തിലേക്ക് അതിനെ എത്തിക്കില്ല. നമ്മളെ കുട്ടികളും നമ്മളെ ആൾക്കാർക്ക് അതൊന്നും അത്രയും മണ്ടന്മാരൊന്നുമല്ല. കാരണം അവർക്കറിയാം ഇത് വാവാതുരയിൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്താൽ മൂക്കി പഞ്ഞി വയ്ക്കുന്നുള്ളത് അവർക്കറിയാം. അവരൊരിക്കലും ചെയ്യില്ല. അങ്ങനെ ആരും ഇന്നുവരെ ചെയ്തിട്ടില്ല. എന്നെ അനുകരിച്ച് ഒരു പാമ്പ് കൊടുത്തക്കാരും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ 900. പക്ഷേ അങ്ങനെ പറയരുത്. ഇപ്പോൾ സ്ത്രീകളടക്കം അത് ട്രെയിനിങ് ആണ്. വിദ്യാർത്ഥിനികളൊക്കെ കടന്നു വരുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള റോഷ്നി മാഡം വരുന്ന സമയത്ത് റോഷ്നി മാഡത്തിന് ഞാൻ 20 വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുന്നത്. കാട്ടിൽ പാമ്പിനെ തുറന്നിടാൻ മുമ്പ് അദ്ദേഹത്തിൻ്റെ മോനും കുട്ടികളും ഹസ്ബൻഡ് ഉൾപ്പെടെ വെറുതെ അന്നത്തെ ഒരു സംഘടനയെ പറ്റി ഞങ്ങൾ കാട്ടിലെ ചപ്പ് ഉറക്കാൻ പോയി പരിചയപ്പെടുന്നതാണ് അവിടെ വെച്ച്. അന്ന് പാമ്പിനെയൊക്കെ തുറന്നിട്ട് അടുത്തേക്ക് അവർക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട്. ആ പാമ്പിനെ തുറന്നു വിടുന്നപ്പോഴാണ് അദ്ദേഹം കൂടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ഒരു എന്താ പറയുക, പിന്നെ അതറിയാലോ കേരളത്തിൽ ലോകത്തിലാദ്യമായിട്ട് പാമ്പിന് ട്രെയിനിങ് കൊടുത്ത ഞാൻ, പാമ്പുകളെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്ത ഞാനാണ് ലോകത്തിലാദ്യമായിട്ടാണ് വേൾഡില്. പക്ഷേ അങ്ങ് പിന്നെ ഒരു ടൂൾസും ഇല്ലാതെയാണ് ഇതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് പിന്നെ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അതൊരു വിമർശനമായിട്ട് വരുന്നുണ്ട്. അതിനെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നത്? അത് ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പൊ ഉള്ള പിന്നെ ഇതിനെ മെരിക്കാൻ പോകുന്നവരുടെ കയ്യിൽ ഒരു കമ്പി പോലെ എന്തോ ഒരു ടൂൾസ്, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം. ഒരു പാമ്പിനെ പിടിക്കാൻ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പാമ്പിനെ കണ്ടാൽ ചെല്ലുക, വാലിയെടുത്ത് തൂക്കി ചാക്കിലിട്ട് കൊണ്ടുപോകുക, അത്രയേ ഉള്ള പരിപാടി. അതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്നുള്ള. പിന്നെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് കടി കിട്ടുന്നില്ലേ? എത്ര കടി? തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ
ഇതൊക്കെ ട്രെയിനിങ് നേടിയ ആളാണ്. എന്താ പറയുക, കള്ളിപ്പാലത്ത് ഷിബു എന്ന ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടു. വനത്തിനകത്ത് വെച്ചാൽ കടിയേറ്റത്, ആരും അറിഞ്ഞില്ല. ഇപ്പോൾ എന്താ പറയുക, വളരെ ഇതായിട്ടാണ് പിടിക്കുന്നത്, കടി കിട്ടി. ഇപ്പോൾ ഈ പാമ്പിനെ എങ്ങനെ, ഇപ്പോൾ നല്ല എത്ര എക്സ്പീരിയൻസ് ആയ ഡ്രൈവർമാരുണ്ടെങ്കിലും വണ്ടി ഓടി പോകുമ്പോൾ വേറൊരു വണ്ടി ഒന്ന് ഇടിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ പിന്നെ വിമർശനങ്ങൾ, അത് ടീച്ചറിനെയും വിമർശിക്കും. ടീച്ചറിൻ്റെ വീട്ടിലെ അച്ഛൻ നല്ല ഷർട്ടിട്ടാ വിമർശിക്കുന്ന മക്കളുള്ള കാലമാണ്. അച്ഛന് വേറെ ജോലിയില്ല, വയസ്സാം കാലത്ത് ഈ ഷർട്ടിട്ടേക്കുന്നത്, ഈ ഷർട്ട് കീറിയ കിട്ടൂടെ ചോദിക്കുന്ന ആൾക്കാർ. ആരോഗ്യപരമായ വിമർശനം നല്ലതാണ്. അല്ല, ആരോഗ്യപരമായിട്ട് വിമർശനം നല്ലതാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം എനിക്കിതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നൊരു മേഖല, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കടി കിട്ടുന്നത് പൊതുജനങ്ങൾ കാണാൻ വരുമ്പോൾ അവരുടെ ശ്രദ്ധിക്കുന്നുള്ളത് എനിക്ക് കടി കിട്ടും. അതിപ്പോൾ എങ്ങനെ പിടിച്ചാലും കടി കിട്ടും. ഈ പാമ്പുകൾ, വ്യത്യസ്ത തരം പാമ്പുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇപ്പൊ കരുനാഗപ്പള്ളിയുടെ തീരപ്രദേശമാണ് പടിഞ്ഞാട്ട് നീങ്ങിയാൽ. അവിടെ ഉപ്പ് രസമുള്ള മണ്ണ. കിഴക്കോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റെ ഘടന മാറുന്നുണ്ട്. അവിടെ കൽപ്രദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബെന്യാമിന്റെ ആടി ജീവിതത്തിൽ മണലാരണ്യത്തിലെ പാമ്പുകളുടെയും അതിന്റെ സൗന്ദര്യവും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. മണൽക്കൂനകൾക്കിടയിലേക്ക് ഊളിയിട്ട് പോകുന്ന ഇന്ത്യയിൽ അങ്ങനത്തെ പാമ്പുകൾ, ഇരുതല മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന വനമുള്ള പാമ്പുകളും നമ്മുടെ ഇന്ത്യയിലില്ല. മറ്റു രാജ്യം, സൗദി പോലുള്ള രാജ്യങ്ങളിൽ മണ്ണിലേക്ക് ഇറങ്ങി പോകുന്ന പാമ്പുകളാണ് അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളുള്ളത്. ഇവിടെ നമുക്കുള്ളത് മണ്ണിനടി പോകുന്നത് മണ്ണൂളി, മറ്റേ ഈതല പാമ്പ്, അങ്ങനത്തെ സാധനങ്ങളാണ്. ഈ കോറൽ സ്നേക്കുകൾ, അങ്ങനെയൊക്കെ. ഇതിന്റെയൊക്കെ പിന്നെ വിഷം ഇതൊന്നും വനമില്ല. ഈ പറഞ്ഞ ഒന്നിനും വനമില്ല. നമ്മുടെ നാട്ടിൽ മണ്ണിന്റെ ഇടയിൽ ഊണ്ട് പോകുന്ന ഒരു സാധനങ്ങൾക്കും വനം. അതല്ല ഞാൻ ചോദിച്ചത്, ഈ വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ കാണപ്പെടുന്ന മൂർഖൻ, ശങ്കുരൻ, രാജോമ്പല, പടിഞ്ഞാറ് കാണുന്നതും കിഴക്ക് കാണുന്നതും തമ്മിൽ അതിന്റെ വിഷയത്തിൽ എന്തെങ്കിലും വ്യത്യാസം? നല്ല ചോദ്യമാണത്. കാരണം പാമ്പിന്റെ വനത്തെ യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത്. ഹീമോടോക്സിക്കും ന്യൂറോടോക്സിക് ആയിട്ടാണ് വേർതിരിക്കുന്നത്. പിന്നെ നെഫ്രോ എന്നൊരു സാധനമുണ്ട്. പിന്നെ ഇതിൽ അതാരും ചിന്തിക്കാറില്ല. കാരണം നമ്മളെ തലച്ചോറിനെ ബാധിക്കുന്നത് ശങ്കുരനെ മാത്രം കടിക്കുമ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നത്. ഹാർട്ടിനെ മാത്രം ആദ്യം ബാധിക്കുന്നതാണ് മൂർഖൻ അതിഥിയുടെ കടി. കിഡ്നിയെ ബാധിക്കുന്നതാണ് അണലിയുടെ കടി. അപ്പോൾ ഇതിൽ കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അണലി ശങ്കുരം കടിച്ചാൽ നേരെ തലച്ചോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലങ്ങളാണ് പണ്ട് കാലങ്ങളിൽ അണലിയെ കണ്ടുവന്നിരുന്നത്. പിന്നെ അല്പ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആ മൂർഖൻ പാമ്പിനെ കണ്ടു, കോബ്രയെ കണ്ടുവരുന്നു. പിന്നെ മണ്ണിന് ഇളക്കമുള്ള, മണ്ണിന് നല്ല ഉറപ്പുള്ള വെട്ടുകല്ലുകളുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ശങ്കുരൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയെ കണ്ടുവരുന്നു. പിന്നെ മറ്റ് അതിഥികളുണ്ട്. ഇപ്പം നമ്മൾക്ക് ചുരുട്ടാന്നറിയപ്പെടുന്നത്, അതുപോലെ മലബാർ ബീറ്റ്, മുളയണലി, മണ്ണണലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട്. വനത്തിലേക്ക് കൊണ്ടുവരുന്നത് ചോലമണ്ഡലി, പാറമണ്ഡലി, മുളമണ്ഡലി, മൺമണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്ന അതിൽ ഇങ്ങനെയുണ്ട്. അത് വേറെ കാട്ടിലേക്കേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അപകടകാരി അണലി എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, വട്ടക്കൂറ എന്നറിയപ്പെടുന്ന, വൈപ്പർ എന്നറിയപ്പെടുന്ന, കണ്ണാടി വരിയൻ എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, രക്തധമനികളെ ബാധിക്കുന്ന, ഔഷധം കടിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന രക്തയണലി എന്ന് നമ്മളൊക്കെ വിളിക്കുന്നത്. രക്തയണലി എന്നൊരു പാമ്പ് ഭൂമിയിലില്ല. ഇല്ല. അണലിയുടെ കടിയിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വൃക്കകൾ തകരാറിലാവും. അപ്പോൾ പിന്നെ പമ്പിങ് ഉണ്ടാവുകയില്ല. അപ്പോൾ നിൽക്കുന്ന ആ ബ്ലഡിൽ നിന്നും ചെറിയ ഞരമ്പുകളങ്ങ് പൊട്ടും. ആ പൊട്ടി വരുന്ന സാധനം രോമകൂപത്തിൽ കൂടെയൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രക്തയണലി എന്ന് വിളിക്കുന്നത്. ഈ നാട്ടിൻപുറത്തൊക്കെ 8 അടി മൂർഖൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ 8 അടി വെക്കുന്നതിന് മുമ്പേ മരിച്ചു പോകും. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഇപ്പം നമുക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു 5 അടി നടന്ന് പോയിട്ട് ബാക്കി 3 അടി ഓട്ടേക്കറി പോകാന്നുള്ളതാണ് കേട്ടോ. ആ ഒരു പിന്നെ നല്ല ചോദ്യം ടീച്ചറെ. അതൊരു പാമ്പാണ്. അദ്ദേഹത്തിന്റെ പേര് വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ കോമൺ ക്രൈറ്റർ എന്നറിയപ്പെടുന്ന, ശംഖുവരയൻ എന്നറിയപ്പെടുന്ന അതിഥിയുടെ കടിയേറ്റാൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ നമ്മൾ ഇരുട്ടത്താണ്, കണ്ടില്ല എങ്കിൽ ബൈറ്റ് മാർക്കുകൾ ഉണ്ടാവുകയില്ല. ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ അത് നമുക്ക് നേരെ നമ്മുടെ തലച്ചോറിലേക്ക് പോവുക. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നു, അറിയുന്നില്ല. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഒരു കാര്യമാണ് ചോദിച്ചിട്ടേ, ഈ പിന്നെ പച്ചോല പാമ്പ്, ഈ കൺകൊത്തി, ഇത് പറക്കുമെന്ന് പറയുന്നത് ശരി? ലോകത്ത് ഞാൻ ഇന്നാൾ രാത്രി എൻ്റെ വീടിൻ്റെ റോഡിൽ നിന്നപ്പോൾ ഒരു പാമ്പ് പറന്നു പോകുന്നുണ്ട്. രാത്രി ഞാൻ കണ്ടായിരുന്നു. രാത്രിയും കണ്ടു. അതിന് 4 ദിവസം മുന്നേ പകലും കണ്ടു. രാത്രിയിൽ പക്ഷെ പറന്നു പോകുന്ന പെട്ടെന്ന് എൻ്റെ കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് എടുത്ത് അടിച്ചു നോക്കിയ പാമ്പ് നല്ല സ്പീഡിൽ പറന്നു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മേളിലൊരു 2 ചിറകൂടെ ഉണ്ടായിരുന്നു. മൂങ്ങയായിരുന്നു എന്നുള്ള, മൂങ്ങയുടെ കാലിൽ തൂങ്ങിക്കിടന്ന പാമ്പാണ് അങ്ങനെ പറന്നു പോയെന്നുള്ളതാണ്. അല്ലാതെ പാമ്പുകളൊന്നും പറക്കത്തില്ല. പറക്കുന്ന പാമ്പുകളുള്ള ഒരേ ഒരു രാജ്യം അത് ഈസ്റ്റ് ഏഷ്യ എന്നറിയപ്പെടുന്ന കിഴക്കൻ ഏഷ്യയിൽ മാത്രമേ പറക്കുന്ന പാമ്പുകളുള്ളൂ. അത് ചിറവ് ഉപയോഗിച്ച് പറക്കുന്നതല്ല, ഗ്ലൈഡ് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ പറന്ന് പോകണ്ടെങ്കിലും ശ്രമിക്കുമ്പോൾ ബോഡി ഒരു അല്പം വികസിച്ച് അടുത്ത സ്ഥലത്തേക്ക് എത്തുന്നു. നല്ല പറക്കുന്ന പാമ്പുകളൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരു നാട്ടിൻപുറത്തെ ഒരു വിശ്വാസത്തെ കൂടെ ഞാൻ ചോദിച്ചിട്ട്, ഈ വെളുത്തുള്ളി ചതച്ച് കുടയുക, മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക, തുളസി ചെടി വെച്ച് വളർത്തുക, പിന്നെ എന്തോ കച്ചോലൊക്കെ വെക്കുക, ഇതൊക്കെ സർപ്പഗന്ധി വെക്കുക, ഇതൊന്നും വെച്ചാൽ പാമ്പിന്റെ ശല്യം ഉണ്ടായില്ലെന്ന് പറയുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടെ വാവയോട്, ഈ പിന്നെ ഡീസൽ ഒഴിക്കുന്ന വാഹനത്തിലും പെട്രോൾ ഒഴിക്കുന്ന ബൈക്കുകളിലും കാറുകളിലും ഒക്കെ പലപ്പോഴും പാമ്പ് കയറിയിരിക്കാറുണ്ടല്ലോ. നല്ല ചോദ്യമാണത്. കാരണം വെളുത്തുള്ളി നല്ലതാണ്.
വെളുത്തുള്ളി സാധാരണ ചതയ്ക്കരുത്. വെളുത്തുള്ളി സാധാരണ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒരു 4-5 വെളുത്തുള്ളി പൊളിച്ചെടുത്തതിന് ശേഷം ലേശം ഉപ്പും ചേർത്ത് കഴിച്ചിട്ട് കിടന്നാൽ വയറ്റിലെ ഗ്യാസൊക്കെ പോയി കിട്ടും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പാമ്പോട്ട് യാതൊരു ബന്ധവും എന്നുള്ളത്. അപ്പൊ ഈ വിശ്വാസം ഒരു ബന്ധമില്ലാതെ നമ്മൾ തന്നെ ചിന്തിക്കും, നമ്മൾ കഴിക്കുന്ന സാധനം മറ്റൊരു ജീവിക്ക് എങ്ങനെയാണ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഒരു അതുപോലെ ഈ പിന്നെ 10 വിലയുള്ള പൂർണ്ണമായില്ല പറയട്ടെ. വണ്ടിയിൽ പാമ്പ് കയറുന്നത്, പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഫുഡ് തേടി മാത്രമാണ്. എലി സഞ്ചരിക്കുന്ന താരയിൽ കൂടിയാണ് 99% പാമ്പ് തേടി സഞ്ചരിക്കുന്നത്. എലി സഞ്ചരിക്കുന്ന താരയിൽ കൂടി മാത്രമാണ് 99% സഞ്ചരിക്കുന്നത്. പേടിച്ചാൽ മാത്രമാണ് വഴിവിട്ട് സഞ്ചരിക്കുന്നത്. അവൻ ഈ എലിത്തരയിൽ കൂടെ വരുന്നത് അവൻ്റെ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം മൂക്കില്ലാത്തത് കൊണ്ട് ജേക്കബ് ഓർഗൻ എന്ന് പറഞ്ഞ സെൻസിങ് ഓർഗനിലേക്ക് നാക്ക് കൊണ്ടാണ് സെൻസ് ചെയ്യുന്നത്. ആ യൂറിൻ്റെ മോഷൻ്റെ ഗന്ധം എടുത്താണ് അവൻ വരുന്നത് എലിയെ പിടിക്കാനായിട്ട്. അവിടെ നമ്മൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗന്ധം അവൻ അവിടെ മുറിയും. മണ്ണെണ്ണ ആസിഡാണ്, മടങ്ങിപ്പോവും. പിന്നെ പേടിച്ച് പറഞ്ഞ പാമ്പുകൾക്ക് ആസിഡെന്നോ മണ്ണെണ്ണ എന്നോ ഡീസലെന്നോ ഒന്നുമില്ല, എല്ലാത്തിലും കൂടെയും കയറി. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടിയിലൊക്കെ പാമ്പിരിക്കുന്നത്. ദേഹത്ത് വീണാൽ ചത്തുപോകും, ദേഹത്ത് വീണാൽ പൊള്ളിപ്പോകും. ഈ 10 തലയുള്ള പാമ്പെന്നൊക്കെ ഇങ്ങനെ കഥകളിലൊക്കെ നമ്മൾ കഥകളി മാഡം ടീച്ചർ പറഞ്ഞതിന് ഉത്തരവുണ്ട്, കഥകളിൽ മാത്രമാണ്. അതെ, 2 തലയുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ 2 തലയുള്ള ഒരു വാട്ടർ സ്നേക്ക്, നീർക്കോലി എന്നറിയപ്പെടുന്ന, ചക്കയിൽ ഗീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരു നീർക്കോലി 2 തലയുള്ള ഒരെണ്ണത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കൗമുദിയുടെ പ്രോഗ്രാമിൽ അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈയിടെ അടുത്തൊരു പാമ്പിനെ പിടിച്ചപ്പോൾ അതിന്റെ ഒരു ചിത്രം, അതെ ചിത്രം, അതെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ വേറെ ആർക്കും കിട്ടിയതായിട്ട് പറയുന്നില്ല. അത് കാരണം കിട്ടാത്തതുകൊണ്ടല്ല, കാണും, പിടിക്കുന്നവരാരും ഇതിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പിടിക്കുന്നതിന് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒന്നിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വാല് മുതൽ തലവരെ നോക്കും, എന്തെങ്കിലും എന്തെങ്കിലും മുറിവ് പാടുകൾ എന്തെങ്കിലും. കാരണം ഇപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം ഇപ്പം നമ്മുടെ പാമ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കൂടുതൽ പാമ്പിനെ കണ്ടു തുടങ്ങി. അത് എന്താണെന്ന് എവിടെ എങ്ങനെയാണെന്ന് എനിക്ക് വേദി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് മൂർഖൻ പാമ്പില്ലായിരുന്നു, ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടു തുടങ്ങി. പാമ്പ് പിടുത്തക്കാട് എണ്ണം കേരളത്തിൽ കൂടിയപ്പോൾ പാമ്പിൻ്റെ എണ്ണം ധാരാളം കൂടിയിട്ടുണ്ടെന്നല്ല, പല സ്ഥലത്തും ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, കിട്ടുന്നവരാരും പഠിക്കാതെ കൊണ്ട് തുറന്നു വിടുന്നത് കൊണ്ടാണ് അതിനൊന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ അങ്ങനെയല്ല, അതിൻ്റെ ദേഹത്ത് മുറിവുണ്ടോ നോക്കുന്നത്. എന്നിട്ട് ഈ പാമ്പിനെ പുതിയൊരു പാമ്പിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അതിന് മുന്നേ 3-4 ദിവസം മുന്നേ ആരെങ്കിലും പിടിച്ച വീഡിയോസ് എടുത്ത് നോക്കി ഇതേ മാർക്കുകളുണ്ടോ, ഇതേ പാടുകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പാമ്പിനെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അറിയാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ് ഇതെങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ ഇപ്പോൾ മൂർഖൻ ഒരു ഏരിയയിലുണ്ട്, ചേര ഒരു ഏരിയയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അണലി ഒരു ഏരിയയിലുണ്ട്, നീർക്കോലി ഒരു ഏരിയയിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ നാട്ടിൽ നടന്ന ഉത്തരാ കൊലക്കേസിൽ എനിക്ക് മെയിനായിട്ട് സാക്ഷിയാവാൻ പറ്റിയത് എൻ്റെ അറിവുകൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പാമ്പ് എഴഞ്ഞ പാടുകൾ, എവിടെ നിന്ന് എഴഞ്ഞു വരാൻ സാധ്യതയുണ്ട്, എങ്ങനെ മേളിൽ പോകാൻ സാധ്യതയുണ്ട്, എങ്ങനെ മേളിൽ കയറി വള്ളി കെട്ടി അയോ കെട്ടിയിട്ടുണ്ടോ, മരങ്ങൾ പടന്ന് കിടപ്പുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് മടങ്ങി പോകാറുള്ളൂ. ഈ പൊന്നും പണവും കിഴികെട്ടിത്തരാം, പുന്നാര പൈതലിനെ ഞാനെടുത്തോട്ടെ ഇടശ്ശേരി ഈ പൂതപ്പാട്ടിനകത്ത് പൂതം പറയുന്നുണ്ട്. അതുപോലെ വല്ല കിഴികെട്ടി തരുവല്ലോ ചെയ്ത് ഈ സാക്ഷിയിൽ നിന്നും മാറുവാൻ? സാക്ഷി ഒരിക്കലും എൻ്റെ സാക്ഷികൾക്ക് എന്നെ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും കേസിന്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ അതിന് മാറി നിൽക്കത്തില്ല. കാരണം ഇനിയും അങ്ങനെ വന്നിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ സല്യൂട്ട് പറഞ്ഞു, ഞാൻ എന്താ പറയുക, അതിനൊക്കെ എതിരെ പറഞ്ഞ് ഞാൻ മാറിപ്പോയിട്ടുണ്ട്. അതിലുപരി വേറെ എന്നുള്ളത് ഇനിയൊരു കേസ് കൂടി വരാനുണ്ട്. ഈ കേസ് തന്നെയാണ് നമ്മുടെ ഇനി പോലീസിന്റെ കേസ് വരാനുണ്ട്. അത് പിന്നെ എനിക്ക് പോലീസിന്റെ കേസ് വന്നു. ഇനി വനം വകുപ്പിന്റെ പാമ്പ് വിറ്റ ആളിനും ഈ വാങ്ങിയ ആളിനും കേസ് ഉണ്ടാവും. അത് ഇന്ത്യയിൽ ഇങ്ങനെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ടീച്ചറെ, ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പം അടുത്ത് തമിഴ്നാട്ടിൽ നടന്നു, 1987 മഹാരാഷ്ട്രയിൽ നടന്നു, ഇങ്ങനെ പല സ്ഥലത്തും. പക്ഷെ അറിയുന്നില്ല. എനിക്ക് ഇപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പാമ്പ് കടിയേറ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ ഞാനത് അന്വേഷിക്കും. ഒരു കൊച്ചിന് ഇപ്പം നമുക്ക് മലപ്പുറത്ത് ഒരു കൊച്ചു മോന് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അപ്പോൾ പിറ്റേന്ന് തന്നെ അവരുടെ വീട്ടുകാരനെ വിളിച്ചു പറഞ്ഞു അത് ഭർത്താവും ഭാര്യയും തമ്മിൽ പെരിഞ്ചീവിക്കുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാർ കൊണ്ടുവച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊരു സാധ്യതയില്ല. മലബാർ പിറ്റ് പേപ്പർ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇരുന്നത്. സൈക്കിളിൻ്റെ 3 വയലുള്ള സൈക്കിളിൻ്റെ ഹാൻഡിലാണ് ഇരുന്നത്. അത് അങ്ങനെ കടിച്ചാണെന്ന് പറഞ്ഞു. അല്ലാതെ അപ്പോൾ ഒരുപാട് എനിക്ക് എല്ലാ പാമ്പടിയും ഞാൻ സംശയദൃഷ്ടിയോട് കാണുന്ന ഒരാൾ. എല്ലാ പാമ്പടിയും എല്ലാം. ഇത് ഏത് സമയത്താണ് കൂടുതൽ അക്രമാസക്തി? ചവിട്ടുമ്പോൾ മാത്രം. അല്ലാതെ ഇണചേരുമ്പോൾ പാമ്പ് ഇണചേരുന്നു. മേഡം ടീച്ചറിൻ്റെ വീട്ടിൽ പറമ്പിൽ ഇണചേരുമ്പോൾ ടീച്ചറിന് അതിൻ്റെ അടുത്ത് പോയി അനങ്ങരുത്, വീഡിയോ എടുക്കുക. അത് ഇണചേർന്ന് നിങ്ങളുടെ ദേഹത്തൂടെ ഒന്ന് മറിഞ്ഞ് വീണിട്ട് അത് ആനെ തിരിച്ചു പോകും. നിങ്ങളൊന്നും കടിക്കാനും പോകുന്നില്ല, ഒന്നും ചെയ്യാം. ഇതൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങളാണ്. കാരണം ഇത് പണ്ട് പറയുന്നത് ഇതിന് എന്താ പറയുക മാറ്റിംഗ് രീതി. അവരുടെ മാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാറ്റിംഗ് ആയി കഴിഞ്ഞാൽ അത് എന്താ പറയുക 2 വഴിക്ക് ഒരു സ്പീഡിന് പിരിഞ്ഞു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം പൊട്ടിപ്പോകും. അപ്പോൾ 2നും പിന്നീട് മരണം സംഭവിക്കാം. മെയിലിനും ഫീമെയിലിനും മരണം. ഇപ്പോൾ ബോട്ടം പൊട്ടിയ മെയിലും മരണപ്പെടാം. ഈ ബോട്ടം അകത്തിരുന്നിട്ട് ഫീമെയിലിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മരണപ്പെടാം. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പൂർവികർ പറഞ്ഞിരിക്കുന്നത്. എത്ര ദിവസമായിരിക്കും ഇതിൻ്റെ മുട്ട വിരിഞ്ഞു? മുട്ട ഇടാനായിട്ട് 55 മുതൽ 60 ദിവസം എടുക്കും. അതുപോലെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതനുസരിച്ച് 55 മുതൽ 60 ദിവസം എടുക്കും മുട്ട വരികയായിട്ട്. മൂർഖൻ്റെ, ചേര, അങ്ങനത്തെ അതിഥികൾ. ഇപ്പൊ രാജവൻ പറഞ്ഞ 70 മുതൽ 72 ദിവസം വരെ എടുക്കും. ചേരയുമായിട്ട് ഇണചേരത്തുള്ളൂ.
ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട വാർത്ത വെച്ച് നോക്കുമ്പോൾ ഈ ഇണ മാറി, അതായത് മൂർഖനും ചേരയും അണലിയുമായിട്ട് മാത്രമേ ഇണ ചേരാറുള്ളൂ. അത് കഴിഞ്ഞ് ഈ എന്താ പറയുക, വീട്ടിൽ വളർത്തുന്ന ജന്തുക്കളെ പിറകെ നടക്കുന്ന ഒറ്റ ജീവി മാത്രമേ ഉള്ളൂ. അത് ചില വൃത്തികെട്ട മനുഷ്യന്മാർ മാത്രമാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു പയ്യുവിനെ പീഡിപ്പിച്ചൊരു, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, കളിയല്ല, ഒരു പാവം പയ്യുവിനെ പീഡിപ്പിച്ചൊരു ചെറുപ്പക്കാരന്, ഒരു വീട്ടിൽ വളർന്ന ആടിനെ പീഡിപ്പിച്ചത്, ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ഏറ്റവും സാധുവായ ഭൂമിയിലുള്ള ജീവി, വിദ്യാഭ്യാസമുള്ള, ബുദ്ധിയുള്ള, അറിവുള്ള മനുഷ്യന്മാർ കാണിക്കുന്നതിൻ്റെ 1% പോലും വൃത്തികേടുകൾ ഞാൻ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഞാൻ പറഞ്ഞ, ഞാൻ പിടി സ്നേഹിക്കുന്ന എൻ്റെ അതിഥികളായ പാമ്പതിഥികൾ കാട്ടുന്നില്ല എന്നുള്ളതാണ്. ഭാര്യ അല്ല, അത് നമുക്ക് ഭൂമിയിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഒരാളൊന്നുമല്ല ഞാൻ. കാരണം നമുക്ക് ചിലത് കിട്ടുമ്പോൾ ചിലത് നഷ്ടപ്പെടും. ഭൂമിയിൽ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളൊന്നും. പിന്നെ ഇവിടെ താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, റെഡിയായി നടക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാരി മുഖത്തിടുന്നു. ഇതൊക്കെ അവർ കുറച്ച് സമയങ്ങൾ മാത്രമാണ്. അങ്ങയുടെ വീട്ടിലൊക്കെ പാമ്പിങ്ങനെ വിരിഞ്ഞ് നടക്കാറുണ്ട്? ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വീട്ടിലല്ല താമസിക്കുന്നത്. ഞാൻ ഒരു 7 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിനടുത്തൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. വീട്ടിൽ ഇപ്പോൾ പാമ്പ് ഒന്നുമില്ല. ഇപ്പോൾ അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. അച്ഛനിപ്പോൾ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ തൊണ്ടയിൽ ക്യാൻസർ എന്നൊരു അസുഖം പിടിപെട്ട് അച്ഛൻ മരണപ്പെട്ടു. ഇപ്പോൾ അനിയത്തി ഇപ്പോൾ വീട്ടിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അനിയത്തിക്ക് ഇപ്പോൾ 2 കിഡ്നി ഫെയിലിയറായി ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അതും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. കാരണം ഈ ഇണ ചേർന്ന് ജീവിക്കുന്ന 2 അതിഥികളെ പിടികൂടി കാട്ടിൽ ഒരിടത്തുകൊണ്ട് തുറന്നു വിടുമ്പോൾ ഇതൊരു അന്ധവിശ്വാസമല്ല, ഇതൊരു പ്രകൃതിയാണ്, ഇതൊരു നിയമമാണ്, പ്രകൃതി നിയമമാണ്. അപ്പോൾ ആ 2 ജീവികളെ പിടിച്ച് കാട്ടിനകത്ത് ഒരിടത്തുകൊണ്ട് തുറന്നു വിടുമ്പോൾ അവർ പിന്നെ 2 സ്ഥലത്തേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എൻ്റെ മൂത്ത ചേട്ടന് കല്യാണം കഴിഞ്ഞ് മക്കളില്ല, എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ ഈ അവസ്ഥ, എൻ്റെ അച്ഛന് തൊണ്ടയിൽ ക്യാൻസറായി, എനിക്ക് ഇങ്ങനെയായി. അപ്പോൾ ഇങ്ങനെ കുറേ പാഠങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ചെയ്യുന്നത് വേറെ നന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ. കാരണം അവർ തോന്നുന്നില്ല ഇല്ല, കാരണം അവർ ഭൂമിയിൽ അവരുടെ അവകാശമാണിത്. അവിടെ ജീവിക്കുന്നവരെ പിടി നമ്മളെ തന്നെ നമ്മൾ ഒരു വീടൊക്കെ വെച്ച് ജീവിക്കുമ്പോൾ ഒരു 10 ആൾക്കാർ വന്ന് നമ്മളെ പിടിച്ചു കെട്ടി കാലും കൈയും കെട്ടി ഏതെങ്കിലും ഒരു കാട്ടിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ട് തുറന്നു വിട്ടാൽ, നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു കാട്ടിൽ കൊണ്ടുവിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും അവിടെ? അതേ അവസ്ഥ ഇവർക്കും ഉണ്ടാവുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നു ഇതെല്ലാം പാപമായി പോയി എന്നെനിക്ക് തോന്നുന്നു. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഈ നാട്ടിൽ കിടക്കുന്ന പാമ്പ് അതിഥികളെ മുഴുവനും പിടിച്ച് കാട്ടിക്കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു വലിയൊരു അപകടമുണ്ട്, വലിയൊരു വിപത്തുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ഇപ്പം നമുക്ക് കാടിനെ സംരക്ഷിക്കുന്ന, കാടിലെ പുഴുക്കളെ തിന്ന് നശിപ്പിക്കുന്ന, ഇലകളിൽ തിരിക്കുന്ന പുഴുക്കളെ തിന്ന് നശിപ്പിക്കുന്ന ഒരുപാട് കൊച്ചു പക്ഷികളുണ്ട്. ഹമ്മിങ് ബേഡ്സ്, ബുൾബുള്ള്, അതുപോലെ ചൂളക്കാക്ക, ഇങ്ങനെ കുറേ സാധനങ്ങൾ, കാട്ടുകോഴി. അപ്പോൾ ഇവയുടെ കുഞ്ഞുങ്ങളെ ഈ മുട്ടയെല്ലാം ഇവർ നശിപ്പിക്കും. അപ്പോൾ ഇത് നടക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഇലകളെല്ലാം പുഴുക്കൾ തിന്ന് നശിപ്പിക്കും. ഇങ്ങനെ ഒരു വിപത്ത് കൂടി നമുക്ക് വരാനിരിക്കുന്നു. ഇനി ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. ഒരു മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ 2024 ഇവിടെ ഇരിക്കുന്ന ജീവിക്കട്ടെ ആൾക്കാരൊക്കെ ഒന്ന് ഓർത്തു നോക്കി. 2024 നമ്മുടെ കേരളത്തിൽ 25 കുറുക്കന്മാർ മരണപ്പെട്ടതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു. 25 കൂടുതൽ മരിച്ചു. 25 പോസ്റ്റ്മോർട്ടം പൂക്കോട് വെറ്റനറി സർവകലാശാല ചെയ്തു. 24 പേ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ? ഒരു പഠനം, ഞാൻ ഇപ്പോഴും പറയും, നമ്മുടെ കേരളത്തിൽ ഒന്നിനെ കുറിച്ചും പഠനമില്ല എന്നുള്ളത്. അതാണ് നമ്മുടെ അങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠനം നടന്നിട്ടുണ്ടാവില്ല. ഒന്നും ഉണ്ടായില്ല, ഒരു വാർത്ത ഇതുവരെ വന്നിട്ടില്ല. വളരെ രഹസ്യമായിട്ടിരിക്കുന്ന വാർത്തയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇതിന് ഞാൻ പറഞ്ഞു വന്നതല്ല, തീർന്നിട്ടില്ല. ഇപ്പം നമുക്ക് പുറത്തുള്ള നായ്ക്കളെയൊക്കെ നമുക്ക് വാക്സിനേഷൻ ചെയ്യാം, ഉറപ്പാണ്, കുഴപ്പമില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ കാട്ടിനകത്തുള്ള ജീവികൾക്ക് ഇത് പടർത്തി എവിടേക്ക് എത്തുമെന്ന് അറിയാമോ? ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത് പറയാമെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നാട്ടിലേക്ക് പോകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു പഠനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ പാമ്പിനെ കുറിച്ച് ഒരു പഠനങ്ങൾ നടക്കുന്നില്ല. പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ഞങ്ങളെപ്പോലെ പഠിക്കാൻ സമ്മതിക്കത്തില്ല. അതെങ്ങനെയെങ്കിലും കുഴി വെട്ടി നമ്മളെ മൂടാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പാഠ്യപദ്ധതിയിൽ ഇതിന്റെ വല്ലതും പരിശീലനം കുട്ടികൾക്ക് വല്ലതും ഉൾപ്പെടുത്താൻ ഗവൺമെന്റിനോട് വല്ലോ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം വെച്ചതെന്ന് വെച്ചാൽ പാമ്പിന്റെ വിഷപ്പാമ്പ് എന്ന് പറയുന്നത് തിരുത്തണം എന്നുള്ളതാണ്. ലോകത്ത് ഒരു പാമ്പിനും വിഷമില്ല എന്നുള്ളതാണ്. വിഷം എന്ന് പറയുന്നത് വിഷത്തിന്റെ ഇംഗ്ലീഷ് തന്നെ പോയിസൺ എന്നാണ്. പാമ്പിന്റെ ദഹനഗ്രന്ഥിയിൽ ഇരിക്കുന്ന വെനമെന്നാണ്. വെനത്തിനെ ആരും വിഷമെന്ന് വിളിക്കാറില്ല. വെനം എന്നാൽ അതിന്റെ മലയാളം ഔഷധം എന്നാണ്. ആദ്യം നമ്മൾ തിരുത്തേണ്ട വിഷപ്പാമ്പുകൾ എന്നുള്ള ആ വാക്ക് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. വെനമൾ ഔഷധമുള്ള പാമ്പുകൾ. ഔഷധമാണ്, മെഡിസിനാണ്. നമുക്ക് മെഡിസിനാണ് അവർ തരുന്നത്, വിഷം നമുക്ക് തരുന്നില്ല. പ്രോട്ടീൻ എന്നാണ് എൻ്റെ പേര്, കെമിക്കൽ എന്നാണ്. അതെ, അതൊരിക്കലും വിഷമാവുന്നില്ല. അപ്പൊ എനിക്ക് പനിയുണ്ട്, പനിയുള്ള എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെയും പനിയുടെയും ഹാർട്ടിന് ഡയറക്റ്റ് ഇഞ്ചക്റ്റിന്റെ മെഡിസിൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ മരിച്ചു. ഇതും അതാണ്, കണ്ടൻസ് തിരിക്കുമ്പോൾ 95% പ്രോട്ടീനാണ്, 95 അതിൽ 40 മാത്രമേ നമ്മൾ മെഡിസിൻ ആക്കിയിട്ടുള്ളൂ.
45 ഇനിയും കിടക്കുന്നു, ബാക്കി അപ്പുറത്ത് 50ഓളം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അപകടം ഉണ്ടാകുന്നത്. ബ്ലഡിൽ വന്നാൽ അപകടം, നമുക്ക് കുടിച്ചാൽ അപകടം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തി വെച്ച് നമ്മൾ മരിച്ചു പോകും. കോഴിമുട്ട കഴിച്ചാരും മരിച്ചിട്ടില്ല. ഇല്ല, കോഴിമുട്ട കഴിച്ച് ലോകത്താരും മരിച്ചു. പക്ഷേ കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ മരിച്ചു. അതുപോലെ പാമ്പിൻ്റെ വനവും കുത്തി ബ്ലഡിൽ വന്നാൽ മാത്രമേ അപകടം ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ദേഹത്ത് വീണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ദേഹത്ത് തുടച്ചെന്ന് പറഞ്ഞാൽ, ഒരു കോഴിയെ പാമ്പ് കടിച്ച് മരിച്ചാലോ, ഒരു പശുവിനെ പാമ്പ് കടിച്ച് മരിച്ചാലോ ആ മാംസം നമ്മൾ കറി വെച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകുന്നില്ല. അതവിടെ നിർവീര്യമായി കഴിഞ്ഞു. അതെല്ലാം ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പോത്തിന് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടു. അത് കട്ട് ചെയ്ത ആൾക്കാർ കഴിച്ചു. ഒരിക്കലും അത് പ്രശ്നമുണ്ട്. അത് ഹൈ പ്രോട്ടീനാണത്. ഇതൊരിക്കലും വിഷമല്ല. അത് ആദ്യം നിർത്തണം, അത് ആദ്യം മാറ്റണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ദേശീയ മൃഗങ്ങൾ, നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ ദേശീയ മൃഗം, ഇങ്ങനെയൊക്കെ ഒരുപാട്. ഇതൊന്നും നമ്മുടെ പാഠ്യപദ്ധതികളിലില്ല. നമ്മുടെ പാഠ്യപദ്ധതികളിലില്ല. അതിൽ പാമ്പിനെ കുറിച്ച് ഒരുപാട് സെക്ഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സെക്ഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങയുടെ ഒരു വിരൽ മാത്രമല്ല, ഈ വിരൽ മുറിക്കേണ്ടി വന്നു, ഈ വിരൽ മടങ്ങിയിരിക്കുന്നു, ഇങ്ങോട്ട് റിസ്റ്റ് മടങ്ങുകയില്ല. അങ്ങനെ ഒരുപാട് പാമ്പുകളുമായിട്ടുള്ള സഹവാസം കൊണ്ട് കിട്ടിയതിന്. അതെ, അതുകൊണ്ട് തന്നെയാണ് കിട്ടിയത്. അത് അനുജത്തിക്കും വലിയൊരു വേദന ഉളവാക്കിയിട്ടുണ്ടോ? അതിനും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് മാനസികമായിട്ട് അതിനൊരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. ഫാമിലിയിൽ അനുജത്തിക്കും അമ്മയ്ക്കും അവർക്കൊക്കെ വിഷമമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ICUയിൽ കിടക്കുമ്പോൾ അവർ കാണുമ്പോൾ അവർക്കൊരു മാനസികമായിട്ടുണ്ടാകുന്ന വേദന മറ്റൊരാളിന് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകുന്ന വേദന മറ്റൊരാളിന് ഉണ്ടാകുന്നത്. എന്നാൽ ഏറ്റവും വലിയ ദ്രോഹം തരുന്നതും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. അനുജത്തി ലാലിയാണ്, എൻ്റെ അനിയത്തി ലാലിയാണ്. ലാലിയെ ആദ്യമായി പാമ്പിനെ കാണിക്കാൻ കൊണ്ടുവന്ന സമയത്താണ് ഈ കടി കിട്ടുന്നത്. അന്ന് ഞാൻ മേശിരി പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ 40 വർഷക്കാലത്തെ അനുഭവങ്ങൾ അല്ലേ, കുറെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, എന്താണ് ഈ അതിഥിയെ പൊതുജനത്തിന് വേണ്ടി ഈ അവരുടെ പേടി അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മകളും പേറി ജീവിക്കുന്ന വാവയ്ക്ക് അതൊക്കെ വാക്കുകളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. സന്തോഷം. ഉറപ്പായിട്ടും എഴുതുമല്ലോ. 100% ഉറപ്പായിട്ടും. ഇനി ഇവർക്കൊക്കെ എന്തെങ്കിലും ചോദിക്കുവാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ പരിസരത്ത് വീട്ടുമുറ്റത്തോ വീട്ടിലോ മറ്റോ പാമ്പിനെ കണ്ടാൽ തല്ലി കൊല്ലാൻ പാടില്ല, അത് നിയമവിരുദ്ധമല്ലേ? അതിനെ കുറിച്ച് ഒന്ന് പറയുന്നത് നന്നായിരിക്കും. കാരണം തല്ലിക്കൊല്ലുക എന്നുള്ളതാണ് സ്വാഭാവികം. അതെ, നല്ല ചോദ്യമാണ് സാറിൻ്റെ ചോദ്യം. നല്ലതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം പാമ്പിനെ, വന്യജീവികളൊന്നും കൊല്ലാൻ പാടില്ല. പക്ഷേ പാമ്പിനെയും കൊല്ലാൻ പാടില്ല. പാമ്പിൽ ഷെഡ്യൂളിലുള്ളതാണ് പാമ്പുകളൊക്കെ. പക്ഷേ അതിലൊരു പ്രത്യേകതയുള്ള, നമ്മുടെ വീട്ടിൽ നമ്മളെ ഭയപ്പെടുന്ന, നമ്മളെ പേടിപ്പിക്കാനായിട്ട് നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ കൊന്നാൽ പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ പറമ്പിലോ മറ്റോ ജീവിക്കുന്ന പാമ്പുകളെ കൊന്നാൽ കേസെടുക്കാൻ നിയമമുണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കേരളത്തിലല്ല ഭാരതത്തിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാമ്പുകളെ കൊല്ലുന്നതും കേരളത്തിലാണ്. എനിക്ക് എൻ്റെ ദിവസം ഒരു 50 കോളെങ്കിലും എൻ്റെ മൊബൈലിലേക്ക് വരാറുണ്ട്. പക്ഷേ എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം ജനലിൻ്റെ രാത്രി പാതിരയ്ക്ക് ചിലപ്പോൾ എണീക്കുന്ന സമയത്ത് യൂറിൻ പാസിനായിരിക്കുമ്പോൾ ബാത്റൂമിനകത്ത് ചെറിയൊരു അതിഥിയെ കാണുമ്പോൾ അവർ പെട്ടെന്ന് തല്ലിക്കൊല്ലുന്നു. അല്ലെങ്കിൽ കിച്ചണിലൊരു ചായ ഇടാനായിട്ട് പോകുമ്പോൾ രാവിലെ 4 മണിക്കോ 3 മണിക്കോ പെട്ടെന്ന് ഒരു ചെറിയ ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കും ഇവയെ കാണാൻ കഴിയും? പാമ്പുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏരിയ ഒന്നുമില്ല. അവരിപ്പോൾ കൂടുതൽ നമ്മുടെ വീടിനകത്ത് ഇപ്പോൾ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ട് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ചുരുട്ടാന്നറിയപ്പെടുന്ന, വാരി ചുരുട്ടാന്നറിയപ്പെടുന്ന പാമ്പാണ് നമ്മുടെ കിച്ചൺ കബോർഡിനകത്തും അടുക്കളയുടെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിലും വെന്റിലേറ്ററിലും ക്ലോസിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കുന്നത് ചുവർ പാമ്പുകളാണ്. അത് വെനമസ് അല്ല. എന്നാൽ ഇപ്പോൾ ക്ലോസറ്റിനകത്ത് വരെ രാജവൻപാല പോലുള്ള പാമ്പുകൾ വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ചോദ്യം, പാമ്പിനെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ്, കുറ്റകരമാണ്. പിന്നെ നമ്മുടെ ജീവൻ നമ്മുടെ ജീവൻ അപകടപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഒരെണ്ണത്തിനെ കൊല്ലുന്നതുകൊണ്ട് നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളത്. നമ്മുടെ ജീവൻ അപകടപ്പെടുത്തുമെന്നുള്ള അവസ്ഥയിൽ വീട്ടിനകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിയമമില്ല എന്നുള്ളതാണ്. പാവ സംസാരിച്ചപ്പോൾ പാമ്പിന്റെ ഇണചേരലിനെ കുറിച്ച് സംസാരിച്ചു. അതെ. അപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ സ്വാഭാവികമായിട്ട് ഈ ചേരകൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ പിണഞ്ഞാടുന്നത് കാണാറുണ്ട്. അത് നമ്മൾ ഇണചേരൽ എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അതറിഞ്ഞു അത് ഇണചേരലല്ല, അത് ആൺപാമ്പുകൾ തമ്മിലുള്ള ഒരു മത്സരമാണെന്ന് അറിഞ്ഞു എന്ന് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതാണോ യഥാർത്ഥത്തിലുള്ള ഇണചേരൽ? നല്ലൊരു ചോദ്യം. കാരണം ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ആണും പെണ്ണും അറിഞ്ഞുകൂടാത്തവർ പല കഥകളും പറയും. പാമ്പിന്റെ ആണും പെണ്ണും തിരിച്ചറിയുകയാണെങ്കിൽ അത് ആൺ പെണ്ണും തമ്മിൽ ഇണചേർന്നെന്ന് അറിയാൻ പറ്റും. എന്നാൽ അപൂർവമായിട്ട് മാത്രം ചില സാഹചര്യങ്ങളിൽ ആണും ഫൈറ്റിംഗ് ആണ്. അതിൽ നിന്ന് ഒരു പക വീട്ടിൽ നിന്ന് വെറുതെ ഒരു പേരിൽ മാത്രം. അതിന് 2 കാരണം. ഞാൻ പഠിച്ചൊരു പാഠം, ഈ ഇണചേരാൻ ശ്രമിക്കുന്ന ആ ഇണചേരുന്ന പീരീഡിൽ ഫീമെയിലിനൊരു ഫ്ലൂയിഡ് ഗന്ധം ഉണ്ടാവും. അതിൻ്റെ ഗന്ധം മെയിലിൽ തിരിച്ചറിയും. അപ്പോൾ ആ അടുത്ത് ഒരു ജോഡി ഇരിക്കുമ്പോൾ, ഒരു പെയർ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വേറൊരു മെയിലുണ്ടെങ്കിൽ ഇവിടെ എത്തിപ്പെട്ടാൽ
ഈ ഗന്ധം തിരിച്ചറിഞ്ഞ് അവനും ഇവിടെ വരാം. ആ സമയത്ത് ഒരു ഫൈറ്റ് ഉണ്ടാകും. പക്ഷേ ഈ എല്ലാം അങ്ങനെയാണെന്ന് പറയുന്നത് ശുദ്ധമായ മണ്ടത്തരാണ്. അപൂർവമായിട്ട് മാത്രം അങ്ങനെ സംഭവിക്കുന്നു. അത് എല്ലാത്തിലും ഉണ്ട്. ഒരിക്കലും ചേരയിൽ മാത്രമല്ല, മൂർക്കനിൽ അങ്ങനെയുണ്ട്, രാജവമ്പലിൽ അങ്ങനെയുണ്ട്, അണലിയിൽ അങ്ങനെയുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. അല്ല, ഒരു ചേരയിൽ മാത്രമല്ല, എല്ലാ ഇനം പാമ്പുകളിലും അങ്ങനെയുണ്ട്. ഈ ആണിനെയും പെണ്ണിനെയും എങ്ങനെ ഞാനൊക്കെ തിരിച്ചറിയുന്നത് തലയുടെ ഷേപ്പ് നോക്കിയിട്ട്, ചുണ്ടിൻ്റെ കുറുപ്പ് നോക്കിയിട്ട്, വാലിൻ്റെ നീളം നോക്കിയിട്ടൊക്കെയാണ് എല്ലാ പാമ്പുകളെയും ആണും പെണ്ണും തിരിച്ചറിയുന്നത്. ഡോക്ടർമാർ പണ്ട് ചെയ്യുന്നത് എന്താ പറയുക, ഒരു ബാക്കിൽ ഒരു ഈർക്കിലോടുത്തൊരു സാധനം ഇറക്കി നോക്കുമ്പോൾ മെയിലാണോ. നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇവരുടെ ഈ കവിള് നോക്കിയിട്ട് അറിയാൻ പറ്റും. ഈ വിഷം എവിടെയായിരിക്കും? ഈ കണ്ണിൻ്റെ പുറകിലെ 2 സൈഡിൽ ഇങ്ങനെ വീർത്തിരിക്കുന്നതാണ് എൻ്റെ ഗ്ലാൻഡ്. അതെ, അതിൻ്റെ സഞ്ചി എന്ന് പറഞ്ഞപ്പോൾ അതാണ്. ആ കണ്ണിൻ്റെ പുറകിൽ ഇങ്ങനെ വീർത്തിരിക്കും. അതില്ല, ഇങ്ങനെ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെനമുള്ള പാമ്പിനെ വെനമില്ലാത്ത. അങ്ങനെ ഒരു ലോബി തന്നെ ഉണ്ടോ? ഇപ്പൊ അതൊന്നും ഇല്ല, അതൊക്കെ ശുദ്ധമായ മണ്ടത്തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് പാമ്പിന്റെ വെനം വിൽക്കാൻ വന്ന 2 പേരെ പിടിപ്പിച്ചത് ഞാനായിരുന്നു. അത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ എന്താ പറയുക, എന്നെയാണ് കോൺടാക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു 20 വർഷമായി. ചൈത്രം ഹോട്ടലിൽ വെച്ചാണ് പിടികൂടുന്നത്. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ഇങ്ങനത്തെ വരുന്ന ഇൻഫർമേഷൻ എല്ലാം ഞാൻ വനം വകുപ്പിന് കൈമാറും. അന്നത്തെ DFമാർക്ക് കൈമാറും. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് പ്രതിയെ പിടികൂടുന്നത്. പിന്നെ ആ പ്രതി ഷാജി എന്നായിരുന്നു പേരെന്ന് തോന്നുന്നു. എനിക്ക് കണ്ണൂരുകാരനാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങി എന്നെ കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ ഞാൻ കണ്ടില്ല പിന്നെ പുള്ളി എങ്ങോട്ട് പോയത്. നാഗമാണിക്യം എന്നൊരു സാധനമില്ല. മാണിക്യമുള്ള ഒറ്റ ജീവിയെ ഭൂമിയിലുള്ളൂ. അത് പാമ്പുകൾക്കല്ല. പാമ്പിനോ ആനയ്ക്കോ കടുവയ്ക്കോ സിംഹത്തിനോ ഒന്നുമല്ല. മാണിക്യം കൊണ്ടു നടക്കുന്ന ഒറ്റ ജീവിയെ ഭൂമിയിലുള്ളൂ. അത് മനുഷ്യൻ മാത്രമാണ്. മൂത്രത്തിൽ കല്ല് എന്നുള്ളതാണ്. പാമ്പിന് അങ്ങനെ ഒരു കല്ലൊന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. സുരേഷിന് നമസ്കാരം. നമസ്കാരം. ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു വിചിത്രമായിട്ട് ചോദ്യമായിട്ട് തോന്നിയേക്കാം, എങ്കിലും എനിക്കത് ചോദിക്കാതിരിക്കാൻ ഒക്കുന്നില്ല. എന്റെ ആകാംക്ഷ ഉണ്ട്. അതായത് ഈ പാമ്പ് പിടുത്തം ഇത്രയും നാളും ഇത്രയും വർഷത്തെ പരിചയമുള്ള വിസ്മയ കേസ് പോലെ അതിന് ഉപയോഗിക്കാനുള്ള ഒരു പാമ്പിനെ പിടിച്ച് എന്തെങ്കിലും മോശമായ രീതിയിൽ ഇതാക്കുന്ന എന്തെങ്കിലും അനുഭവം വാവയ്ക്ക് വന്നിട്ടുണ്ടോ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പാമ്പിനെ ഇങ്ങനെ എല്ലാവർക്കും അറിയാം വിസ്മയ കേസ്, വളരെ പാവപ്പെട്ട ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച അത്തരം അവസരങ്ങള് അത്തരം അവസരങ്ങള് എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് അവരെ തിരിച്ചുവിടേണ്ടിയ ഒരു അവസരം അവയ്ക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം എൻ്റെ സ്വഭാവം അറിയാമെന്നുള്ളവരാരും എൻ്റെ അടുത്തോട്ട് വരാറില്ല. അതോ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാനതിന് പ്രതികരിക്കും എന്നുള്ള അറിയാം. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പ്രതികരിക്കും എന്നുള്ളത്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു എന്തെങ്കിലും വേസ്റ്റ് കൊണ്ടിട്ടാൽ പോലും ഞാൻ പിടിച്ച് ചേർത്ത് തിരിച്ച് വണ്ടിയിലെടുത്ത് വെച്ച് കൊടുക്കുന്ന ഒരാളാണ്. വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ഒരാളാണ്. ആദ്യം പറയും, പിന്നെ പറഞ്ഞാൽ കേൾക്കാതിരിച്ചില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ആ വേസ്റ്റ് പൊളിച്ച് വീട്ടിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ സ്വഭാവം അറിയാമെന്നുള്ളവരാരും ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് എൻ്റെ അടുത്ത് വരാറില്ല. പിന്നെ പാമ്പിൻ്റെ വിഷം കൊടുക്കുമെന്ന് പറഞ്ഞൊരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഞാൻ ഒരു ജയിലിലാക്കി കൊടുത്തു എന്നുള്ളത്. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ നന്നായിട്ട് അത് വാർത്ത ഉണ്ടായിട്ടുണ്ട്, പത്രത്തിലൊക്കെ വാർത്ത വന്നിരുന്നു എന്നുള്ളതാണ്. ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ഇപ്പോൾ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് ഒന്നും എനിക്ക് കിട്ടാൻ നിയമമില്ല. കാരണം ഞാൻ അപകടം അങ്ങോട്ട് പോയി വിലയ്ക്ക് വാങ്ങുന്ന ആളാണ്. അപ്പോൾ എനിക്കിതൊരു LICയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും തരാൻ നിയമമില്ല. പലരും പറയും എല്ലാം തരുന്നു, ഒന്നും തരാൻ നിയമമില്ല. പോകുമ്പോൾ ഒന്നുമില്ല. എനിക്കിപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്, ഞങ്ങൾ ഈ കായിക സംഘടിപ്പിക്കുന്ന കലാസാഹിത്യ മൈക്കിൽ കേൾക്കാൻ പറ്റില്ല. ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് അങ്ങ് ഇവിടെ പങ്കെടുക്കുന്നത്. അതെ, കാരണം ഞങ്ങൾ ഇവിടെ നടത്തുന്ന പരിപാടികളിൽ അധികവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചർച്ച ചെയ്യാറില്ല. എല്ലാം ഞാനത് പറഞ്ഞു. കവി എന്ന് പറഞ്ഞ കവിതകൾ എന്ന് പറയുന്നത് കാരണം പ്രകൃതിയില് മനുഷ്യനൊഴിച്ച് ഒരു ജീവിയും സ്ത്രീധനവും പണവും നോക്കി അല്ലെ ജോലിയും നോക്കി ഇണയെ തിരഞ്ഞെടുക്കുന്നില്ല. മനുഷ്യൻ മാത്രമാണ്. മറ്റു ജീവികളെല്ലാം തന്നെ ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരോഗ്യമുള്ള ആണ് തമ്മിൽ മത്സരിച്ച് അതിൽ ആരോഗ്യമുള്ളവനെ തിരഞ്ഞെടുത്ത് അവനിൽ നിന്ന് കുട്ടിയെ സൃഷ്ടിക്കുന്ന ജീവികളാണ് മറ്റുള്ളവയല്ല. മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് നടക്കുന്ന പരിഷ്കാരങ്ങളുടെ പേരിൽ ഞങ്ങൾ പടിഞ്ഞാറുകാരാണ്. ഞങ്ങളുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് കിഴക്ക് എങ്ങനെ ഒരു ബീച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഇവിടുത്തെ കണ്ടങ്ങളെല്ലാം കിഴക്ക് നിന്ന് മണ്ണ് കൊണ്ടുവന്ന് നികത്തി അതിനോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പാമ്പിനെ കിട്ടുന്നു. ഇപ്പം നീർക്കോലിയും ഇതിനെ ചേരയൊക്കെ കണ്ട് മാത്രം പരിചയമുള്ള ഞങ്ങൾക്ക് ഇന്ന് ഏതിനം പാമ്പ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ശുചീകരണ പ്രവർത്തനമൊക്കെ നടത്തി ഈ മാംസവും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തള്ളി അവിടേക്ക് നമ്മൾ കിഴക്ക് നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ നികത്തി അതിസുന്ദരമായ രമ്യഹർമ്മ്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് പാമ്പുകളെ കാണാനുള്ള അവസരം ഞങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രകൃതിപരമായ കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ഇവിടെ വന്ന് ഒരു ചെറിയൊരു തുമ്പിട്ട് തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്തരം പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി വീണ്ടും ഇവിടെ ചർച്ചയാകുന്നതിന് അവസരം ഉണ്ടാകണം എന്ന് ഞാൻ ഈ സംഘാടകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ
ഒരു ചോദ്യമായിട്ട് അങ്ങയുടെ നല്ല ചോദ്യം. കാരണം അതൊരു നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മൾ കിഴക്കൻ മേഖലയിൽ നിന്ന് മണ്ണടിക്കുമ്പോൾ പാമ്പ് വരും എന്നുള്ളത്. അത് ലോകത്തിലെ ഏറ്റവും മണ്ടത്തരങ്ങളായ ഒരു ചിന്തയാണ്. കാരണം നമ്മൾ JCB-യിലാണ് മണ്ണൂരി വയ്ക്കുന്നത്. JCB-യിൽ മണ്ണൂരി വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കയറി വയ്ക്കുമ്പോൾ തന്നെ അത് അതിനകത്തിലും ചത്തുപോകും. മണ്ണിന് ശ്വാസം എടുക്കാതെ പാമ്പുകൾക്ക് ഇരിക്കാൻ പറ്റില്ല. നീ മണ്ണുകൊണ്ട് ഇറക്കുമ്പോൾ അവിടെയുള്ള പാമ്പുകൾ കരയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. ഒരിക്കലും JCB-യിൽ മണ്ണ് വരത്തില്ല, പാമ്പിൻ്റെ മുട്ട വരത്തില്ല. പാമ്പിൻ്റെ മുട്ട കുലുങ്ങിക്കഴിഞ്ഞാൽ അത് വിരിയത്തില്ല. അപ്പോൾ JCB-യിൽ കോരി കൊണ്ടുവയ്ക്കുമ്പോൾ മുട്ട ഇവിടെ വന്ന് വിടുന്ന അത് വിരിയുന്നില്ല. അങ്ങനെയൊന്നും വിരിയത്തില്ല. ഇതെല്ലാം ശുദ്ധമായ പണ്ടത്തെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകൾ മാത്രം, യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അവിടെ ജീവിക്കുന്ന കുറേ അതിഥികളുണ്ടാവും. അപ്പോൾ പുറത്തുനിന്ന് മണ്ണുകൊണ്ട് അടിക്കുമ്പോൾ പാവപ്പെട്ടൻ അവിടെ ജീവിക്കാൻ പറ്റില്ല, അവൻ നേരെ കരയിലേക്ക് കയറും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിൽ ഒരിക്കലും മണ്ണടിക്കുന്നുണ്ട് പാമ്പ് വരത്തില്ല, മണ്ണിൽ പാമ്പ് വരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അഥവാ കോരി വെച്ചാൽ തന്നെ 3-4 കഷ്ണങ്ങളായിട്ടേ അത് ഇരിക്കുകയുള്ളൂ. അതൊരു 10 കിലോമീറ്റർ അവിടെ നിന്ന് വണ്ടി ഓടി ചോദം കിട്ടാതെ ഇവിടെ വരുമ്പോൾ അത് നല്ല പരന്ന് ഇലയപ്പം പോലെ ഇരിക്കും എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ജീവിക്കത്തില്ല. അതെല്ലാം നമ്മുടെ പൂർവീകർ പറഞ്ഞ കഥകളാണെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഒരിക്കലും പാമ്പ് വരത്തില്ല. നമ്മുടെ അവിടെ ഉള്ളത് കരയിലേക്ക് കയറും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഈ വൈദ്യശാസ്ത്രത്തിൽ പല അംഗീകാരമുണ്ട്. അക്കൂട്ടത്തിൽ നാട്ടുവൈദ്യവും അംഗീകരിച്ചിട്ടുണ്ട്. അതെ. അതുപോലെ എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? സർക്കാരിന്റെ സമീപനത്തോടുള്ള അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്. സർക്കാർ സമയം നല്ലതാണ്. സാർ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങൾക്ക് ഇപ്പുറം, അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു പ്രാവശ്യം എൻ്റെ ചികിത്സ ഫുള്ള് സർക്കാരായിരുന്നു. ഇപ്പോൾ ഈ 2 കടി കിട്ടിയത്, കോട്ടയം ഉൾപ്പെടെയുള്ള 2 കടി കിട്ടിയത് ഇപ്പോഴത്തെ വീണ ജോർജ് മാഡവും അതിന് മുന്നേ ശൈലജ മാഡം ഇരുന്ന സമയത്ത് എല്ലാ ചെലവും സർക്കാരായിരുന്നു. അപ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്താണ് ഈ ഒരു 12-13 വർഷത്തിന് ഇപ്പുറമാണ് എൻ്റെ കടിയിൽ കിട്ടുമ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ സഹായിക്കുന്നതുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ സാറിൻ്റെ മറ്റൊരു ചോദ്യം വന്നു. അതെല്ലാം സർക്കാരുടെ നല്ല സമീപനമാണ്. എല്ലാ ആൾക്കാരുടെ നല്ല അടുപ്പമുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അവരുടെ സപ്പോർട്ടുണ്ട്. നാട്ടുവൈദ്യം, സാർ നല്ല നാട്ടുവൈദ്യം സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് നല്ലതായിരുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മുടെ ഫുഡ് മാറി, നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺസ് മാറി. നമുക്ക് ഏറ്റവും നല്ലത് മോഡേൺ മെഡിസിൻ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. കാരണം പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ചെന്ന് നമുക്ക് ആൻറ്റിവെനം ചെയ്യാൻ പറ്റും, നമുക്ക് വെന്റിലേറ്ററിലാക്കാൻ പറ്റും, നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പാമ്പ് കടിച്ചാൽ ആവശ്യം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നല്ലത് മോഡേൺ മെഡിസിൻ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. നമസ്കാരം. ഈ സിനിമയിലൊക്കെ ഈ പാമ്പിനെ കാണിക്കുമ്പം അതിന്റെ വിഷപ്പല്ലെടുത്തിട്ടാണ് കാണിക്കുന്നൊരു കേട്ടിട്ടുണ്ട്. നല്ല ചോദ്യം. അപ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ എന്നറിയാം. നല്ല ചോദ്യം. ഞാൻ മാത്രമാണ് ആ സിനിമയിലെ പാമ്പിനെ ഷൂട്ടിന് നിർത്തലാക്കിയത്. പാമ്പിനെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഞാൻ സഞ്ചരിച്ച് അവരോടൊപ്പം അവിടുത്തെ പാമ്പിനെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി ഒളിച്ചിരുന്നു അവരെന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞാൻ ചാനലുകളിൽ പ്രതികരിച്ചത്. കാരണം പാമ്പിനെ കൊണ്ടുപോയിട്ട് എൻ്റെ വായി തുറന്നിട്ട് ആദ്യം നെയിൽ കട്ടർ വെച്ച് പല്ല് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം നല്ല ബ്ലേഡ്, നല്ല മൂർച്ചയുള്ള സ്ക്രൂ ഉപയോഗിച്ച് ആ മോണ കീറിയിട്ട് അതിനകത്തുനിന്ന് ആ നാഡി, അതായത് വെനം ഉണ്ടാവുന്ന നാഡി അത് എടുത്ത് കളയുന്നു. എന്നിട്ട് കുത്തി കെട്ടിയിട്ടാണ് ആ പാമ്പിനെ പണ്ട് ഷൂട്ട് ചെയ്തിരുന്നത്. അത് നിർത്തലാക്കിയത് ഞാൻ തന്നെയാണ്. ഞാൻ മാത്രമാണ് അതിനെ നിർത്തലാക്കിയത്. കാരണം അത്രയ്ക്ക് ദ്രോഹിച്ച് ഞാൻ ദിവസങ്ങൾ പാത്തിരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിനെതിരെ പ്രതികരിച്ചത്. അതിപ്പോൾ ഒരു സിനിമയിലും പാമ്പിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ഞാൻ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല സത്യസന്ധമായിട്ട് കാര്യം തന്നെയാണ് അത് കേട്ടോ.